നന്ദി ദിനേശ് ഡോക്ടറെ. എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1647 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഡോക്ടർ TN ശ്രീധരക്കുറുപ്പ് സാറാണ്. MD ഹോമിയോ, MSc സൈക്കോളജി, MSc യോഗ, റിട്ടയർഡ് അസിസ്റ്റന്റ് ഡയറക്ടർ, സെൻട്രൽ ഹോം കൗൺസിൽ ഫോർ റിസർച്ച് ഹോമിയോപ്പതി, കോട്ടയം. 45 വർഷത്തെ ചികിത്സാനുഭവം. ഇതിനോടകം അനേകം ക്ലാസ്സുകൾ നമുക്ക് എടുത്തു തന്നിട്ടുള്ള ഡോക്ടർ ഇന്ന് ശ്രീധരക്കുറുപ്പ് ഡോക്ടറോടൊപ്പം എന്ന വിഷയമാണെന്നത്. ഇതിലേക്കായി ഡോക്ടർ TN ശ്രീധരക്കുറുപ്പ് സാറിനെ ആദരപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സാറിന് ആരംഭിക്കാം. നമസ്കാരം. എനിക്ക് ഇത് തരുന്ന സാഹചര്യം തരുന്ന ഈ IFPHനും അതിൻ്റെ സംഘാടകർക്കും എല്ലാവർക്കും എൻ്റെ വിനീതമായ ഒപ്പുകൈ. എന്നും പറയാറുള്ളത് പോലെ ഡോക്ടർ സാമുൽ ഖനുമാനും അതുപോലെ തന്നെ എൻ്റെ പഠിപ്പിച്ച എല്ലാ ഗുരുക്കന്മാരെയും സ്മരിച്ചുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. ഇപ്പം ഇന്നത്തെ എൻ്റെ വിഷയം ആർക്ക് വേണമെങ്കിലും ലാസ്റ്റ് കുറച്ച് സമയം ഇതിന് ക്വസ്റ്റ്യൻ ആൻസറിനും ആർക്കെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിലും ചെയ്യാം. ആദ്യമായിട്ട് ഇന്ന് എടുക്കുന്നത് സ്കിന്നാണ്. കാരണം ഇന്ന് വേറെ കുറേ ഭാഗം ഇന്നലെ ഡോക്ടർ നമ്പൂതിരി ഡോക്ടർ എടുത്തു. ഇന്ന് നാളെ ഇനി അടുത്ത ക്ലാസ്സിൽ ഡോക്ടർ അജയൻ സാർ എടുക്കാൻ പോകുന്നുണ്ടെന്ന് അറിഞ്ഞു. കാരണം സ്കിൻ ഡിസീസും വരുമല്ലോ ഈ സമ്മർ ഡിസീസിൽ. ഞാൻ ഇന്ന് സമ്മർ ഡിസീസ് പ്രിപ്പയർ ചെയ്തിരുന്ന പിന്നെ ഇതിൻ്റെ പുറകെ അത് വന്നു കഴിഞ്ഞാൽ അത്ര ഏക്കിയല്ല. അതുകൊണ്ട് ഞാൻ സ്കിൻ ഡിസീസ് മാത്രം എടുക്കുന്നു. ഓക്കെ. എന്നാലും നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, ഏറ്റവും വലിയ ഓർഗൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ചർമ്മം തന്നെയാണ്, അതായത് സ്കിന്ന്. അന്നേരം അതിന് കുറേ ഫങ്ഷനൊക്കെ ഉണ്ട്. ഒന്ന്, നമ്മളെ എല്ലാത്തിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, എല്ലാ ഇൻഫെക്ഷനിൽ നിന്നും ഇന്റേണൽ ഓർഗൻസിനെ എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ അത് നമ്മുടെ ശരീരത്തിൻ്റെ താപനിലകളെയെല്ലാം അതിനെ ഒരു ഭാഗം അത് എക്സ്ക്രീറ്റ് ചെയ്യുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും അത് വളരെയധികം പ്രയോജനമുണ്ട്. പക്ഷേ സ്കിൻ ഡിസീസ് ഒരു മാത്രം അല്ല, അകത്തുള്ള രോഗത്തിൻ്റെയും കൂടെ പലപ്പോഴും ലക്ഷണങ്ങളാകാറുണ്ട്. എന്നാലും അതിനെ നമുക്ക് ചികിത്സിച്ചേ പറ്റുള്ളൂ. അതൊരു ഇമ്പോർട്ടൻ്റ് ഭാഗമാണ്. കാരണം നമ്മൾക്കറിയാം, തൊലിക്ക് കട്ടിയില്ലെങ്കിൽ എല്ലാം പോയെന്നാണ്, തൊലിക്കട്ടി പോയെന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. എന്ന് പറഞ്ഞുകൊണ്ട് തൊലിക്ക് കട്ടി കൂടിയതും പ്രശ്നം. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ നമുക്ക് ആദ്യമേ ഒരു ഇഞ്ചുറി ഉണ്ടായാൽ ഏറ്റവും ആദ്യം നമുക്ക് പറ്റുന്നത് നമ്മുടെ ശരീരത്ത് ഈ ചർമ്മത്തിനാണ്. അതുപോലെ തന്നെ ഈ ചർമ്മ ചികിത്സയ്ക്ക് ഏറ്റവും നമ്മൾ ചികിത്സിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആഹാരത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകം വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാം. അത് ചില വെജിറ്റബിൾസിനൊക്കെ, ഇപ്പം വെജിറ്റബിൾസിലും പറഞ്ഞു വന്നു കഴിഞ്ഞാൽ കൂടുതൽ പോയിസണൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. എല്ലാം കൃഷികളെല്ലാം ചെയ്യുന്നതെല്ലാം ഈ വിഷമടിച്ചിട്ടാണല്ലോ. പിന്നെ ഈ കഴിക്കുന്ന ആഹാരത്തിലും എല്ലാത്തിലും ഉണ്ട്. പക്ഷെ അതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ആഹാരത്തിലെല്ലാം വളരെയധികം ശ്രദ്ധിക്കണം. അതുകൂടെ ഞാൻ ഈ കൂട്ടത്തിൽ ഓർപ്പിക്കുക. ആദ്യം ബ്രൂയിസ്, അതായത് ചതവ്. നമുക്ക് ഒരിടത്ത് എവിടെയെങ്കിലും വീണാലോ തട്ടിയാലോ മുട്ടിയാലോ എന്ത് സംഭവിച്ചാലും ആദ്യം വരുന്നത് നമ്മുടെ ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് ആദ്യം എന്ത് കേട് പറ്റിയാലും ആദ്യം വരുന്നത് അത് നമ്മുടെ ഈ തൊലിപ്പുറമെയാണ്, ചർമ്മത്തിലാണ്. ഇതിലെല്ലാം മിക്കവാറും എല്ലാവർക്കും ഈ പ്രാക്ടീസ് ചെയ്യുന്നവർ ഇതിൻ്റെ അകത്തുള്ളവരെല്ലാം പറയുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. പക്ഷേ എന്നാലും അതുകൊണ്ട് ഒന്ന് റിമീറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ബ്രോയിസ് അല്ലെങ്കിൽ ചതവ്, ഇതിനുള്ള ചതവുകൾ ഉണ്ടാകുമ്പോൾ സൂക്ഷ്മ ധമനികൾ പൊട്ടി ശരീരകലകളിലേക്ക് രക്തം ഒഴുകുന്നു. ചതവുണ്ടായ സ്ഥലം നീല നിറത്തിൽ വീക്കത്തോടു കൂടി കാണുന്നു. ഈ അവസ്ഥയാണ് ചതവ് എന്ന് പറയുന്നത്. ഇതിനുപയോഗിക്കാവുന്ന ഏറ്റവും ഫസ്റ്റ് മെഡിസിൻ എല്ലാവർക്കും അറിയാവുന്ന നമ്മൾ ദൈനംദിന ജീവിതം ഉപയോഗിക്കുന്നതാണ് ആർണിക്ക. ആർണിക്ക അകത്തോട്ടും എക്സ്റ്റേണലായിട്ടും പുരട്ടാം. പക്ഷേ ഹനുമാൻ ചില ഭാഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കരുത്. പക്ഷെ അവസാന ഭാഗങ്ങളിൽ
വേണ്ടി വന്നാൽ ഉപയോഗിക്കാവുന്ന എഴുതിയിട്ടുണ്ട് ചില പാരഗ്രാഫുകളിട്ട്. പാരഗ്രാഫ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, പക്ഷെ വായിക്കുന്നില്ല. എല്ലാവരും അത് ഓർഗനോണിൽ വായിച്ചോളുക. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഔഷധമാണ്, അതായത് മൃദുവായ ഭാഗങ്ങളിലുള്ള ചതവിന് കലണ്ടഡ ഉപയോഗിക്കാം. അത് നീല നിറത്തിൽ കരിയാനാണ് കൂടുതൽ. മറ്റേത് ആദ്യം ആർണിക്കായാണ് ചതവിന് ഉപയോഗിക്കുന്നത്. പക്ഷെ കരിവ് ആകാനായിട്ട് എന്തെങ്കിലും വ്രണങ്ങൾ പോലെ മുറിവുണ്ടായിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് കലണ്ടഡയാണ്. പിന്നെ ഈ ചതവിന് ആർണിക്ക ടിഞ്ചറോ വല്ല എണ്ണയിലും ആക്കിയോ അല്ലെങ്കിൽ ആർണിക്ക ഓയിൻമെൻറ്റോ ഉപയോഗിക്കാം. അതുപോലെ ഈ മുറിവാണെങ്കിൽ കലണ്ടഡ ഓയിൻമെൻറ്റ് ഉപയോഗിക്കാം. ഇനി രണ്ടാമത്തെ സാധാരണ കാണുന്ന, എല്ലാവരിലും കാണുന്ന ഒരു ബുദ്ധിമുട്ടാണ് തൊലി വിണ്ടുകീറൽ. ഇത് പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ 1-2 കേസുകളൂടെ പറഞ്ഞു പോകാം. ആദ്യം ബ്രൂയിസിൻ്റെ തന്നെ ഒരു കേസ് പറയാം. എനിക്ക് ഏറ്റവും കൂടുതൽ പേരുണ്ടാക്കി തന്ന ഒരു മെഡിസിനാണ് ആർണിക്ക. അതായത് ഒരു പ്രാവശ്യം ഒരു പേഷ്യൻ്റ് രാത്രി വന്നു. ഞാനൊന്നൊരു ഹോസ്പിറ്റലിൻ്റെ RMO ആണ്. അന്നേരം രാത്രി വന്നു, കതലിട്ട് മുട്ടി, തുറന്നു. അപ്പം അന്നേരം കാലിങ്ങനെ ആൾക്കാർ എഴുത്തോണ്ടാണ് വരുന്നത്. അത് കാലി ചതഞ്ഞു, ഒട്ടും നടക്കാൻ മേല. അപ്പം അന്നേരം ഞാൻ കൊടുത്തത് ആർണിക്കായും അതിൻ്റെ കൂട്ടത്തിൽ അത് എക്സ്റ്റേണൽ ആപ്ലിക്കേഷനിലൂടെ കൊടുത്തു. ഏതായാലും 2-3 ദിവസത്തിനകം പുള്ളിയുടെ എല്ലാം കംപ്ലീറ്റ് കുറവായി. എല്ലാ ഓണത്തിനും വിഷുവിനും ക്രിസ്തുമസിനും പുള്ളിയുടെ വീട്ടിലായിരുന്നു എനിക്ക് ഊണ്. ഞാൻ ആ കോളേജിൽ നിന്ന് വിട്ടുപിരിഞ്ഞപ്പം പുള്ളിയുടെ വണ്ടിയിൽ, ആർമിയുടെ വണ്ടിയിൽ എന്നെ കൊണ്ടുപോയി റെയിൽവേ സ്റ്റേഷനിൽ വരെ കൊണ്ടുവിട്ടു. ഇത് ഞാൻ ഓർക്കുകയാണ്. അതുകൊണ്ട് അതിന് ശേഷം ഇഷ്ടം പോലെ കേസുകൾ ഈ ആർണിക്കകത്ത് നമുക്ക് കിട്ടും. പഴയ ചതിവുകൾ, അതായത് ഈ ബ്ലഡ് വെളിയിലോട്ട് വരാതെ അകത്ത് കിടക്കും. അത് നമ്മൾ അറിയില്ല. അത് എത്ര ആൻറ്റിബയോട്ടിക്സ് കഴിച്ചാലും കൊള്ളാം, അതിനെ അബ്സോർവ് ചെയ്ത് വെളിക്കളയാനായിട്ട് നമ്മുടെ ഈ ആർണിക്കായോടും പറ്റിയ ഒരു ഔഷധമില്ല. അതുപോലെ തന്നെ വെളിയിലുണ്ടാകുന്ന സ്പീഡ് കൂടുന്നുണ്ടെ പറഞ്ഞോണം കേട്ടോ. ഇല്ല സാറേ, വെളിയിലുണ്ടാകുന്ന മുറിവുകൾക്ക് ഏറ്റവും അത്യുത്തമം കലണ്ടഡയാണ്. ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്ന കലണ്ടഡ പൗഡറാണ്. സോറി, കാരണം ഇച്ചിരി ജലദോഷമായിട്ടിരിക്കുകയായിരുന്നു. അത് ഇന്ന് ഉച്ച കഴിഞ്ഞ് തുടങ്ങിയ, അല്ലെങ്കിൽ സോറി. അന്നേരം കലണ്ടഡ പൗഡർ ഞാൻ എക്സ്റ്റേണലായിട്ട് ഉപയോഗിക്കും. പ്രത്യേകിച്ച് ഈ വേരിക്കോസ് അൾസർ അതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ ഈ കലണ്ടഡ പൗഡറാണ്. നനയ്ക്കത്തില്ല കൂടുതലും. പിന്നെ കഴുകാനായിട്ട് ലോഷനായിട്ട് ഈ കലണ്ടഡ ഡ്രോപ്സ് ലോഷൻ ഉപയോഗിക്കാറുണ്ട്. ഇത് രണ്ടുമാണ് ഈ ബ്രൂയിസ് അല്ലെങ്കിൽ ചതവ് അല്ലെങ്കിൽ കരിവാനായിട്ടുള്ള 2 മെഡിസിനാണ്. പിന്നെ ഇതിന് 2ലൂടെ ഇടയ്ക്ക് വരുന്ന വേറൊരു മരുന്നുണ്ട്, അതാണ് മെൻഡിസ്പെരിനിസ്. അതും എക്സ്റ്റേണലും ഉപയോഗിക്കാം, അകത്തോട്ടും ഉപയോഗിക്കാം. തൊലിപ്പുറമേ ആണെങ്കിൽ നമ്മൾ വേറെ ഓയിൻമെൻറ്റ് കിട്ടിയില്ലെങ്കിൽ നല്ല എണ്ണയോട് കൂടി ഇടണം. പക്ഷേ ഞാൻ കലണ്ടഡ ഉപയോഗിക്കുന്നത് പൗഡറാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. വളരെയധികം ഗുണങ്ങൾ കിട്ടാറുണ്ട്. ഇനി അടുത്തത് തൊലി വിണ്ടുകീറൽ. എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയിരിക്കുന്നത് തൊലി വിണ്ടുകീറൽ ഒരുപാട്. ഇപ്പം സാധാരണ നമുക്ക് കാണാം സ്ത്രീകളുടെയൊക്കെ കാലിൽ ഇങ്ങനെ, ഞാൻ പല കേസുകളിലും ഈ കാലിൽ കൂടെ രക്തം ഒലിച്ചിട്ട് വരുന്നവരെ കണ്ടിട്ടുണ്ട്. ഈ നമ്മളെ കണ്ടത്തിലൊക്കെ ഈ ഇത് ഉണക്ക് വരുമ്പോഴത്തേനും വിണ്ടുകീറിയല്ലേ, അതുപോലെ വിണ്ടുകീറും, ഭയങ്കര വേദന, കാല് നിലത്തോട്ട് കൊടുത്താൽ മേല. ഞാൻ സാധാരണ കൊടുക്കുന്നത്, എൻ്റെ മെയിൻ മെഡിസിൻ സരസപ്പാരിലാണ്. പൊട്ടൻസി എല്ലാം ഞാൻ പ്രത്യേകം പറഞ്ഞില്ലെങ്കിൽ അതെല്ലാം 0/3 ആണ്. ഡിവൈഡഡ് ഡോസാണ് കൊടുക്കുന്നത്. പിന്നെ ഗ്രാഫൈറ്റിസ് ഓയിൻമെൻറ്റ്, അത് കറുത്ത നിറമുള്ള ഗ്രാഫൈറ്റിസ് ഓയിൻമെൻറ്റ് പുറമേ തരട്ടും. ഒരുപാട് കേസുകൾ. അതും സ്കിൻ ഡിസീസിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പേരുണ്ടാക്കി തന്ന ഒരു കേസാണ്. അടുത്ത കാലത്ത് എൻ്റെ ഒരു കസിൻ ബ്രദറിൻ്റെ മകൻ, ഞാൻ നാട്ടിൽ ചെന്നപ്പോഴും എന്നെ 1-2 വർഷം മുമ്പേ എൻ്റെ അടുത്ത് വന്നു. എനിക്ക് പരിചയമുള്ളതും റിലേഷനുള്ളതുമായിട്ടുള്ള പല ഡോക്ടർമാരുടെ പേര് പറഞ്ഞു.
ഞാനിവിടെ ബോംബെയിലല്ലേ, അതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. അവരുടെ അടുത്തെങ്ങും പോയിട്ട് 1 വർഷമായിട്ടും കുറഞ്ഞില്ല. ഞാൻ കഴിഞ്ഞ വർഷം നാട്ടിൽ ചെന്നപ്പോഴത്തേനും എൻ്റെ അടുത്ത് വന്നു. അന്നേരം പുള്ളിക്ക് നടക്കാൻ മേല. കാരണം എപ്പോഴും ഉം, ഈ ബേക്കറി സാധനങ്ങൾ തിന്നാനാണ് കൂടുതൽ. പ്രത്യേകിച്ച് മുട്ട കൂടിയത് ചെന്ന് കഴിഞ്ഞാലാണ് ഇത് കൂടുതൽ. അതായത് ആദ്യം തൽക്കാലത്തേന് മുട്ട കഴിക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ അത് കൊടുത്തത് മെയിൻ മരുന്ന് ഈ സൾസപ്പാരിഡായും ഗ്രാഫൈറ്റിസ് ഓയിൻമെൻറ്റും പുരട്ടാൻ കൊടുത്തു. ഇപ്പോഴും പുള്ളി അത് ഇപ്പം പുള്ളി സൗദിയിലാണ് അങ്ങാണ്ട ജോലി, അറബ് കൺട്രീസിലാണ്. എപ്പോഴും പുള്ളിയുടെ ഈ ഓയിൻമെൻറ്റും കാണും, ഈ മരുന്നും കാണും. അറിഞ്ഞു, എന്നാലും പുള്ളിക്ക് ഒരു വിശ്വാസക്കുറവ്. ഇനി വന്നെങ്കിലോ അത്രയ്ക്ക് സഫറിങ് എടുത്തോണ്ടാ സ്കൂളിലൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഇപ്പം പുള്ളി ഇപ്പം അത് കഴിഞ്ഞ് വളരെയധികം സഫറിങ് ചെയ്തു. നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാം. കുറവിഞ്ഞില്ലെങ്കിൽ എനിക്ക് ഫോൺ ചെയ്യണം. പറഞ്ഞില്ല ഡോക്ടർ പറഞ്ഞതെല്ലാം ശരിയായില്ല, ഇത് ശരിയല്ല എന്ന് പറയാം. പിന്നെ അതിൻ്റെ അകത്ത് ഉള്ളം കഴിഞ്ഞ് ഉപ്പൂറ്റിയിലും കാണുന്ന വിണ്ടുകീരലുകൾ കൊടുക്കാവുന്ന വേറൊരു ഔഷധമാണ് ആൻറ്റിയംക്രൂഡം. അതായത് ഇങ്ങനെ തടിച്ചിരിക്കും, നമ്മുടെ ഈ ആണി വന്ന മാതിരി തടിച്ചിരിക്കും. പ്രത്യേകിച്ച് ഈ നമ്മൾ ഈ ഡയബറ്റീസ് ഒക്കെ ഉള്ളവരുടെയൊക്കെ കാലയിൽ തടിപ്പ് കാണും, പാദത്തെ അല്ലെ സൈഡിലോ കാണും. അങ്ങനെയുള്ള കേസുകളിലൊക്കെ അവിടെ കീറലും കാണും, ചിലർക്ക് അത് വിണ്ട് കീറലും കാണും. അങ്ങനെയുള്ളവർക്ക് കൊടുക്കാവുന്നതാണ് ആൻറ്റിയംക്രൂഡം. അത് ഈ കോണിനും വരാൻ കാലിൻ്റെ പാദത്തിലുള്ള ആണിക്കും കൊടുക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട ഔഷധമാണ് ആൻറ്റിക്രൂഡം. അത് ഒരുപാട് എൻ്റെ ഒരു കൂട്ടുകാരൻ, എൻ്റെ ഒരു ക്ലാസ്മേറ്റ്, ഞാൻ ക്ലിനിക്ക് തുടങ്ങിയപ്പോൾ എൻ്റെ ക്ലിനിക്കിൻ്റെ മുമ്പിൽ കൊണ്ട് ഒട്ടിച്ചു വെച്ചു ഒരു ദിവസം. ആണിരോഗം ചികിത്സാ വിദഗ്ധൻ. പുള്ളി കൊടുത്തോണ്ടിരുന്നത് വെറും ഈ ആൻറ്റിയംക്രൂഡം മാത്രം. വേണമെങ്കിൽ ചെറു തൂജായ ഇവിടെ പുരട്ടാൻ കൊടുക്കും. പുള്ളി കുറയ്ക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനും ഒരു പ്രാവശ്യം എൻ്റെ ക്ലിനിക്ക് തുടങ്ങിയ കാലത്ത് ഒത്തിരി വർഷം മുമ്പാണ് ഞാനും എഴുതി വെച്ചു, ആണിരോഗ വിദഗ്ധൻ. എങ്ങും കുറയാതെ വരുന്ന സ്ഥലത്തുനിന്ന് തന്നെ എനിക്കും കേസുകൾ ഇഷ്ടം പോലെ വരും. നൈട്രിക് ആസിഡ്, ആൻറ്റിയംക്രൂഡ്, തൂജ, ഇതുപോലെയുള്ള എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ ഞാൻ തൂജ കൊടുത്തിട്ടുണ്ട് ഒരുപാട് കേസുകളിൽ. ഹനുമാൻ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ കൊടുക്കരുതെന്ന്. പക്ഷേ അവസാനത്തെ ചില പാരഗ്രാഫുകളിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് പറഞ്ഞിരിക്കുന്ന ഭാഗം 282 ഇതിൻ്റെ അപോറിസത്തിൽ പറഞ്ഞിട്ടുണ്ട്. സോറ, സിവിലിസ് എന്നിവ കൊണ്ട് ശരീരത്തിനകത്തും പുറത്തുമുണ്ടായ രോഗങ്ങൾ അവ ഓരോന്നിനും പ്രത്യേകമുള്ള ഔഷധങ്ങൾ സേവിച്ചിട്ട് മാത്രം സുഖപ്പെടുത്തണമെന്നും, എന്നാൽ ഈ നിയമത്തിന് വിപരീതമായി സൈക്കോസിസ് കൊണ്ടുണ്ടായതും ഉള്ളിൽ സേവിക്കുന്ന ഔഷധത്തോടു കൂടി അത് തന്നെ ബാഹ്യലേപനം ചെയ്തും ചികിത്സിക്കേണ്ടതാണെന്നും അനുഭവത്തിൽ നിന്നും നമ്മളെല്ലാം പഠിക്കുന്നതാണ്. ഇതിൽ പറഞ്ഞത് 197. ഞാൻ അതുകൂടെ വായിക്കുന്നില്ല. വായിച്ചു കഴിഞ്ഞാൽ മെഡിസിൻ പാർട്ട് കുറയും, അതുകൊണ്ട് ഞാനത് വായിക്കുന്നില്ല. 197 കണ്ണികൾ പറഞ്ഞതിന് വിരോധമായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ചിലർക്കൊക്കെ ഹനുമാൻ കോൺട്രഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. സോറി, ഹനുമാനെ നമ്മുടെ ഗുരുവാണ്, പക്ഷേ എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞിരിക്കുന്നത് പറയാതിരിക്കാൻ പറ്റിയല്ലോ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ട് പിന്നെ ഒന്ന് കൊടുക്കാവുന്ന കയ്യിലുള്ള വിണ്ടുകീറലിന് നൽകാവുന്ന ഒരു തൊലി വരണ്ടതും കട്ടിയുള്ളതുമായ ഉറച്ചതുമായിരിക്കും സിസ്റ്റസ് കനാഡിയൻസിസ് എന്ന് പറയുന്ന മെഡിസിൻ ഞാൻ കൊടുക്കുന്നത്. എൻ്റെ ഒരു കസിൻ ബ്രദർ, ഇതുപോലെ വേറൊരു കസിൻ ബ്രദറിൻ്റെ കൈ, പുള്ളി ആയുർവേദ ഫാർമസി ജോലി ചെയ്യുക. പുള്ളിയുടെ കയ്യിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് പല സ്കിൻ ഡോക്ടർമാരും സ്പെഷ്യലിസ്റ്റിനെയും കണ്ടിട്ട് എങ്ങും കുറവ് കിട്ടിയില്ല. നമ്മുടെ ഞാൻ കൊടുത്തത് ഉള്ളിലോട്ട് കൊടുത്തത് സിസ്റ്റസ് കനാഡിയൻസിസ് ആണ്. പിന്നെ പുറമേ കൊടുത്തത് ഈ ഗ്രാഫൈറ്റിസ് ഓയിൻമെൻറ്റുമാണ്. കംപ്ലീറ്റ് മാറി. അപ്പം അങ്ങനെ ഒരു സംഭവം പുള്ളിയുടെ കയ്യിലുണ്ടായതായിട്ട് അവരെല്ലാം പറഞ്ഞത്, കൂടുതലും അവരെല്ലാം പറഞ്ഞത് ഈ ആയുർവേദിക് മരുന്നിൻ്റെ കർസൊക്കെ ഉപയോഗിക്കുന്നതിനുള്ള അലർജി ആണെന്നാണ് പറഞ്ഞത്. എന്നാണേലും അത് പോയി കംപ്ലീറ്റ്. നമുക്ക് ഏറ്റവും കൂടുതൽ ഹോമിയോപ്പതിയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് വിലയുണ്ടാക്കി തരുന്ന ഈ എല്ലാം കഴിച്ച് ഈ സപ്രഷൻ എല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും വീണ്ടും വരുന്ന കേസുകളിലെല്ലാം നമ്മുടെ മെഡിസിൻ വളരെ അത്യുത്തമമാണ്. പഴുത്താൽ കൊടുക്കാവുന്നത്, ഇതുപോലെ ഉണ്ടാകുന്ന വിണ്ടുകീറൽ പഴുത്താൽ കൊടുക്കാവുന്നത് കപ്പാർസൽഫാണ്. പഴുപ്പ് തുടങ്ങിയാൽ
കാൽമുട്ടിലും കൈമുട്ടിലും കാണുന്ന ആഴത്തിലുള്ള വിണ്ടുകീറലാണ് മങ്കാനം അസറ്റിക്കം കൊടുക്കുക. മങ്കാനം അസറ്റിക്കത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. പലപ്പോഴും ഈ ഒരു മെഡിക്കൽ കോളേജിലെ ഈ ഡയബറ്റോളജിസ്റ്റിന് പോലും മേത്ത് ചൊറിച്ചിൽ വന്നു കഴിഞ്ഞ് ഇങ്ങ് പോയിട്ടും കുറഞ്ഞില്ല. ഞാൻ മങ്കാനം അസറ്റേറ്റ് കൊടുത്തു. അതായത് പാദക്കിന്റെ റെപ്പർട്ടറി ഈ ഡെർമറ്റൈറ്റിസ് ഡ്യൂ ടു ഡയബറ്റീസ് എന്നുള്ള പേജ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം എടുക്കാൻ പോയാൽ ഇനി സമയം പോകും. അതുകൊണ്ട് നിങ്ങൾ വേണമെങ്കിൽ നേരെ ഉള്ളപ്പോൾ തപ്പി എടുത്തോളുക. അതിൻ്റെ അകത്ത് മങ്കാനം അസറ്റേറ്റാണ് പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് കേസ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അപൂർവം ചില കേസുകളിൽ കുറയാതെ വരുന്നിടത്ത് ഞാൻ കൊടുത്തിരിക്കുന്ന ഗൺ പൗഡറാണ്. 3x ടാബ്ലറ്റ്സ് കൊടുത്ത് കംപ്ലീറ്റ് പറഞ്ഞു. ഗൺ പൗഡർ ചിലത് കുറയാതെ വന്ന കേസുകളിലാണ് പറഞ്ഞത്. പിന്നെ തണുപ്പ് കാലത്തും തണുത്ത വെള്ളം കൊണ്ട് കഴുകുന്നത് കൊണ്ടും, അതായത് ചില സ്ത്രീകളൊക്കെ എപ്പോഴും ബാത്റൂമിലൊക്കെ നിന്ന് തുണിയൊക്കെ കഴുകുന്നവരുടെ കാര്യം കണ്ടാൽ നമുക്കറിയാം, എന്താ വിണ്ട് കീറിയിരിക്കും, ചുരുണ്ട്. അങ്ങനെയുള്ള വിണ്ട് കീറിന് മെലാൻട്രിനം നല്ലൊരു മെഡിസിനാണ്. മെലാൻട്രിനം അത് ഞാൻ 200 പൊട്ടൻസിയാണ് കൊടുക്കുന്നത്. കാരണം നോസോഡ് ആയതുകൊണ്ടാണ് 200 പൊട്ടൻസി കൊടുക്കാറുള്ളത്. വിണ്ട് കീറലിൽ നിന്ന് രക്തസ്രാവം ഉണ്ടാകുകയാണെങ്കിൽ കൊടുക്കാവുന്ന വേറൊരു ഔഷധമാണ്. അത് പ്രധാനമായും വിരലിൻ്റെ അഗ്രത്തിൽ വരുന്ന വിണ്ടുകീറൽ ലക്ഷണങ്ങളെല്ലാം മഞ്ഞുകാലത്ത് വർദ്ധിക്കുന്നു. പെട്രോളിയം. പിന്നെ പെട്രോളിയത്തിന് വേറൊരു സിംറ്റം കൂടെ ഉണ്ട്. ഈ പെട്രോൾ പമ്പിലൊക്കെ പെട്രോൾ അടിക്കാൻ നിൽക്കുന്നവരുണ്ടല്ലോ, അവരുടെ കാലം നോക്കിയാൽ, ഞാൻ ഒരിക്കൽ ഒരു പെട്രോൾ പമ്പിൽ സ്ഥിരം പെട്രോൾ അടിക്കാൻ ചെന്ന് ആളുടെ കാലയിൽ ഇത് കണ്ടു. അയാൾ ക്ലിനിക്ക് വന്നു. എനിക്ക് ഭയങ്കര തിരക്കായിരുന്നു. ഞാനതൊന്നും നോക്കിയില്ല, കണ്ണുടച്ചു. അന്നേരം പുള്ളി ചോദിച്ചു, സാർ എന്നോടൊന്നും ചോദിച്ചില്ലല്ലോ. ഞാൻ പറഞ്ഞത് തന്നെ ഞാൻ കഴിഞ്ഞ 10 വർഷമായിട്ട് സ്ഥിരം തൻ്റെ കാലയിൽ ഇത് താൻ ഇന്ന് ഇവിടെ വരുന്നു നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. ഒന്നും ചോദിച്ചില്ല, പെട്രോളിയം മാത്രം കൊടുത്തു, കംപ്ലീറ്റ് പോയി. അവിടെ ഈ ഗ്രാഫൈറ്റിസ് ഓയിൻമെൻറ്റ് പെട്രാൻ കൊടുത്തു. അങ്ങനെ അത് കംപ്ലീറ്റ് കുറഞ്ഞു. അന്നേരം ഈ പെട്രോളിയം ഒരു നല്ല മെഡിസിനാണ്. പിന്നെ കയ്യിലും കാലിലും ഉണ്ടാകുന്ന വിണ്ടുകീറിന് കൊടുക്കാവുന്ന വേറൊരു പ്രത്യേകമാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, സസപ്പാരിഡ ഞാൻ പറഞ്ഞു കഴിഞ്ഞോ. വിരലുടെ അഗ്രം പൊട്ടിക്കീറുന്നതിന് കൊടുക്കാവുന്ന വേറൊരു മെഡിസിനാണ് സൈലീഷ്യ. സൈലീഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈയും കാലും ഒക്കെ ഇങ്ങനെ വിസർത്തിരിക്കും ഇതിൻ്റെ കൂട്ടത്തിൽ. കാരണം എഴുതാൻ പോലും ചിലപ്പോൾ പറ്റാതിരിക്കും, കടലാസൊക്കെ നനയും. ഞാൻ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്. അത് നമ്മുടെ ഈ സൈലീഷ്യ കൊടുത്താൽ തീർത്തും. പിന്നെ വേറെ ഒരു മരുന്നാണ് കാൽക്കരിയ ഫ്ലോർ. അതായത് അത് ബയോകെമിക്കാണ്. അത് കയ്യിലെയും കാലിലെയും വിണ്ടുകീറിന് ഞാൻ ബാക്കിയുള്ളതിൻ്റെ ഒക്കെ കൂട്ടത്തിൽ ചിലപ്പോൾ കൊടുക്കാറുണ്ട്. കാൽക്കരിയ ഫ്ലോർ 6x 12x. പിന്നെ ഞാൻ പെയിനിൻ്റെ കാര്യം പറയുന്നില്ല. ഇന്നലെ നമ്പൂരി ഡോക്ടർ പറഞ്ഞപ്പോൾ ഞാൻ കേട്ടോണ്ടിരുന്ന അതൊക്കെ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. അതുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുക. എന്തായാലും ഒന്നും തന്നെ കേട്ടോണ്ടിരുന്ന അതിനൊരു സുഖമില്ലാത്തതുകൊണ്ട്. പിന്നെ അത് കൂടി ടാഫിസാക്രിയ ഒക്കെ പറഞ്ഞു, അതൊക്കെ കൊള്ളാം. പിന്നെ ഒന്ന് കാർബോളിക് ആസിഡ്, പിന്നെ സോറിന്, അതൊക്കെ പുള്ളി ഇന്നലെ പറയുന്നത് ഞാൻ കേട്ടു. അതുകൊണ്ട് അത് പറയുന്നില്ല. ബിയർപ്പ് അല്ലെങ്കിൽ പ്രിക്ലി ഹീറ്റ്, അതൊക്കെ പറയാൻ ഞാൻ കൂടുതലിരുന്നത്. അത് നാളെ ഡോക്ടർ അജയൻ സാറ് കുറച്ചുകൂടെ കൂടുതലായിട്ട് പറയും. എങ്കിലും ഞാൻ പറയുകയാണ്, ചൂടുകാലത്ത് ശരീരത്തുണ്ടാകുന്ന ചൊറിച്ചിലോട് കൂടിയ ചെറിയ തിണർപ്പിനെയാണ് ഞങ്ങളുടെ അവിടെയൊക്കെ ചൂട് പൊങ്ങുക എന്ന് പറയും, ചൂടുകുരു പൊങ്ങുക എന്ന് പറയും. പക്ഷേ ചിലർക്കൊക്കെ അതിന് ബിയർ വെക്കുക എന്നാണ് ഏതാണ്ടാ പറയുന്നത്. വേറെയാ ചില ഭാഗങ്ങളിൽ ഭാഷയ്ക്ക് വ്യത്യാസമുണ്ട് മലയാളത്തിൽ എന്ന് പറയുന്നു. സാധാരണയായി ശിശുക്കളിലും കുട്ടികളുമാണ് ഇത് കാണുന്നത്. കൂടുതലും പുറത്തൊക്കെയാണ് ഭയങ്കര ചൊറിച്ചിലായിരിക്കും. വിയർപ്പ് കൊണ്ട് ഉണ്ടാകുന്നതാണെങ്കിൽ കുട്ടികൾക്ക് ഉത്കണ്ഠയും അസ്വസ്ഥതയും ഉണ്ടാകുകയാണെങ്കിൽ ആർണിക്ക ഉണ്ടാകും. ഞാൻ എന്നാണെന്ന് വെച്ചാൽ ആർണിക്കയുടെ ചിലയിടത്ത് പൗഡർ കിട്ടുന്നുണ്ട്. അത് ഈ കലണ്ടഡ പൗഡറും ആർണിക്കായും ഒക്കെ കൊടുക്കട്ടെ, ബോറോ കലണ്ടഡ പൗഡർ കിട്ടും. അത് പ്രിക്ലി ഹീറ്റ് ഉണ്ടാകാൻ പറയാം, വളരെ പ്രയോജനകരമാണ്. ബാക്കിയുള്ള ഈ പ്രിക്ലി ഹീറ്റിനൊക്കെ ഉപയോഗിക്കുന്നതിലുമൊക്കെ നല്ല സാധനം നമ്മുടേത് തന്നെയാണ്. പിന്നെ കഴുത്തിലും കക്ഷത്തിലും നെഞ്ചത്തും കണ്ടുവരുന്ന ബൊടിക്ക് വേദന അനുഭവപ്പെടുന്നതാണെങ്കിൽ പോസ്റ്റിക്കാൻ മരുന്ന്. സ്പീഡ് കൂടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞോണേ. ചിലപ്പോൾ അറിയാതെ കൂടിക്കൂടി ഗിയറിൽ അങ്ങ് കൂടിക്കൂടി പോകും. അസഹനീയമായ ചൊറിച്ചിൽ
പുകച്ചിലോട് കൂടിയ കരപ്പം പോലെ തുല്യമായ കുരുക്കൾ, ചൂട് വരണ്ട കാലാവസ്ഥയുടെ ആശ്വാസം, മഴക്കാലത്ത് ലക്ഷണങ്ങൾ വർദ്ധിക്കുകയാണെങ്കിൽ റെസ്റ്റോക്സ്, നമ്മുടെ റെസ്റ്റോക്സ് അതിന് ഭയങ്കര, എന്ത് കാര്യത്തിലാണെങ്കിലും റെസ്റ്റോക്സ് ഈ ഇത് ബാക്കിയുള്ള രോഗങ്ങളിലൊക്കെ ഞാൻ കൂടുതലും അറേനിയായും ഡെൽക്കമറായും വരേണ്ട കാലത്ത് ഈ സ്കിന്നിന് കൂടുതൽ വരികയാണെങ്കിൽ റെസ്റ്റോക്സ് ആണ് കുടിക്കുന്നത്. പിന്നെ എല്ലാവർക്കും അതിൻ്റെയൊക്കെ മൊഡാലിറ്റി ഒക്കെ അറിയാം, അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല, എല്ലാവർക്കും അറിയാം റെസ്റ്റോക്സ്. പിന്നെ ലക്ഷണം കൂടെ പറയാമോ സാറേ? അസഹനീയമായ ചൊറിച്ചില്, ഒരു അസഹനീയമായ ചൊറിച്ചിൽ, പുകച്ചിലുണ്ട്, കരപ്പിന് പോലെ കുരുക്കൾ ഇങ്ങനെ പൊങ്ങി വരും. പുകച്ചിലുണ്ടല്ലേ? അതെ, അത് കൂടുതലും ഈ ചൂടുകാലത്താണ് കൂടുതൽ. വരണ്ട ചൂടുകാലത്ത്, ചിലപ്പം അത് മഴക്കാലത്തും ഈ ലക്ഷണങ്ങൾ കാണും. അങ്ങനെയുള്ളപ്പോഴാണ് റെസ്റ്റോക്സ്. പിന്നെ ഒരു മദർ ടിഞ്ചർ ഞാൻ ഇങ്ങനെ കൂടുതലുള്ളവർക്ക് കൊടുക്കാറുണ്ട്. അത് സിസിജിയാണ്. ഭയങ്കര ചൊറിച്ചിലോട് കൂടി വിയർപ്പോട് കൂടി ഉണ്ടാകുന്ന ഇതുപോലെയുള്ള പ്രിക്കിലി ഹീറ്റിന്, അതായത് ചൂടുകുരുവിന് കൊടുക്കുന്ന സിസിജിയം ജംബോളാണ്. ചിലപ്പോൾ അത് വെള്ളത്തിൽ ഒഴിച്ചിട്ട്, പിന്നെ അത് കൂടാതെ ഒന്നുകൂടെ ഞാൻ ചെയ്യാറുണ്ട്. അത് ഞാൻ വേറുള്ളവിടത്തുനിന്ന് പഠിച്ചതാണ്. നമ്മുടെ ഈ പിന്നെ ഒരു എന്തുണ്ടല്ലോ, വൃക്ഷമുണ്ട്, അതിൻ്റെ പേര് മറന്നു, ചിലതൊക്കെ മറന്നു പോകും. അതിൻ്റെ നമ്മുടെ ഈ ചിക്കൻ ബോക്സിനൊക്കെ ഉള്ള അത് ഇട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അതിൽ കുളിച്ചാലും കുറേ കിട്ടും. എന്നാ അതിൻ്റെ പേര്? വേപ്പിലയോ? വേപ്പില. ആര്യവേപ്പിലയുടെ വെള്ളത്തിൽ കുളിച്ചാൽ നല്ല സുഖം കിട്ടും. അല്ലെ, അത് കൂടുതൽ ഈ ചിക്കൻ ബോക്സ് ഒക്കെ വരുന്നവർക്ക് ചൊറിച്ചിലുണ്ടായാലും അതിൻ്റെ ഇല വിരിച്ചിട്ട് കിടന്നാൽ നല്ല സുഖം കിട്ടും. ഇത് അനുഭവമാണ് പറയുന്നത്. നമ്മളെങ്ങനെയും കുറച്ചാൽ മതിയുണ്ട്. അസുഖം കൂടെ കുറഞ്ഞു കഴിഞ്ഞാൽ അതാണ് പ്രധാനം. അത് ഏത് പതിയാണെന്നുള്ളതല്ല. എന്ന് പറഞ്ഞാൽ എല്ലാം ചെയ്യാനല്ല, നമ്മൾ ഹോമിയോപ്പതിക്കാരാണ്. എന്നാലും ഹോമിയോപ്പതി അല്ലാത്ത ചില ട്രിക്കൊക്കെ ഞാൻ ചിലപ്പോൾ അറിയാവുന്നതോടെ പറയും ഇതിൻ്റെ കൂട്ടത്തിൽ. എല്ലാവർക്കും കുറച്ച് കിട്ടാനാണ്. ഇതുകൊണ്ട് പറ്റിയില്ല, ഒന്നുകൊണ്ട് പറ്റിയില്ല, ഒന്നുകൊണ്ട് പറ്റാൻ വേണ്ടിയാണ് വരുന്നത്. പിന്നെ അടുത്തത് താരൻ. ഇതെല്ലാവർക്കും ഒരു പ്രശ്നമാണ്. താരൻ ഞാൻ സാറിന് താരനുള്ളത് കൊടുക്കാറുള്ളത് ചൊറിച്ചിലും കരപ്പം പോലെ ചൊറിച്ചിലും നനവും കൂടി മുടി കൊഴിയും, ഒരുമാതിരി പശ പോലെ ഇരിക്കും. നനഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഞെക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി പശ പോലെ വരും. അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് ഗ്രാഫൈറ്റിസ് ആണ്. ഞാൻ 0/3 കൊടുക്കും, വേറൊന്നും കൊടുക്കുകയില്ല. പിന്നെ വേറെ ഒരെണ്ണമാണ്, വേറെ ഒരെണ്ണമാണ് നേട്രമോർ കൊടുക്കാണ്. അത് തലയോട്ടിയുടെ അരികിലായി കാണുന്ന താരനാണ്. താരനും മൂക്കൊലിപ്പും മാറി മാറി വരും. പിന്നെ ചിലർക്ക് അത് നേട്രമോറാണ് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ മെൻ്റൽ സിംറ്റം ഒക്കെ കൂടെ ഞാൻ നോക്കും. പ്രത്യേകിച്ച് അത് കൂടുതലും ചൂടുകാലത്താണ് ഇങ്ങനെയുള്ള താരൻ കൂടുതൽ കാണുന്നത്. പുഴുക്കടി പോലുള്ള വട്ടത്തിൽ തുണ്ടുകളായി കാണുന്ന താരൻ, തലയിൽ നനവും മുടി കൊഴിച്ചിലും നെറ്റിത്തടത്തിൽ മുടിക്കരികിലായി മുഖക്കുരു കാണുന്നു. അതായത് ഇവിടെ ഈയിടെ ഞാനൊരു കേസ് ഇവിടെ കാണും, മുഖക്കുരു പോലെ ഇങ്ങനെ അത് വെളുത്തിങ്ങനെ പഴുത്തു വരും. പൊട്ടിച്ചു കഴിഞ്ഞാൽ അവിടെ കലയുണ്ടാകും, പൊട്ടിക്കരുതെന്ന് പറയും. അങ്ങനെയുള്ളതിന് കൊടുക്കുന്നത് സെപ്പിയാണ്. വെളുത്ത നിറത്തിൽ ചിദംബര് പോലെ ഉരുകി വരുന്ന താരൻ, മുടി വരണ്ടതും ഒഴിഞ്ഞുകൊണ്ടും ഇരിക്കും, അതിന് കൊടുക്കുന്നത് തൂജയാണ്. ഞാൻ ഇന്റർ കറൻ്റായിട്ട് കൊടുക്കും. ഇടയ്ക്ക് ഈ ഗ്രാഫൈറ്റിസ് കൊടുത്താലും നേട്രമോറൊക്കെ കൊടുത്താലും ഞാൻ ഇടയ്ക്ക് ഇന്റർ കറൻ്റായിട്ട് തൂജ കൊടുക്കാറുണ്ട്. പിന്നെ താരനുള്ള ഒരു പ്രത്യേക ഔഷധം, വരണ്ട താരനാണെങ്കിൽ ബെഡിയാക കൊടുക്കും. ബെഡിയാക, പിന്നെ ബെഡിയാക അതിൻ്റെ മദർ ടിഞ്ചർ കടുകെണ്ണയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലോ ചേർത്ത് പുരട്ടാൻ പറയും. അത് കുളിക്കുന്നതിന് മുമ്പും പുരട്ടും, കുളിച്ച് കഴിഞ്ഞും ഇങ്ങനെ തലയിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ തിരുമ്മി പിടിപ്പിക്കണം. അന്നേരം ഇത് കുറയും, താരം നല്ലവണ്ണം കുറയും. തലയിൽ അമിതമായി കാണുന്ന താരൻ, മുടി ചെയ്യുമ്പോൾ താരൻ കൂട്ടമായി ഇളകിപ്പോടും. തലയിൽ അസഹനീയമായി ചൊറിച്ച് കൂട്ടത്തോടെ തലമുടി പൊഴിയും. ചൊറിഞ്ഞു അവിടെ നിന്ന് ഇങ്ങനെ ചൊറിഞ്ഞു നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ മുടിയും കാണും. ഇടയ്ക്കിടയ്ക്ക് ആ താരൻ്റെ ആ പൊട്ടനളകുന്നതിൻ്റെ കൂട്ടത്തിൽ ഓരോരോ മുടിയും പോകും. അവസാനം ആണുങ്ങളൊക്കെ ആണെങ്കിൽ കൂടുതൽ കഷണ്ടിയാകും, പെണ്ണുങ്ങൾക്ക് മുടി കുറയും.
അങ്ങനെയാണെങ്കിൽ പോസർസ് ആണ്. കൺപുര്യത്തിന് തലയിലും കാണുന്ന താരന് ചിലർക്ക് അത് ഇറങ്ങി വന്നത് ഇവിടെ എല്ലാം ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. ഇങ്ങനെ ഇത് ഈ പുര്യത്തിന്റെ ഇവിടെ എല്ലാം ചൊറിയും. അങ്ങനെ കാണുകയാണെങ്കിൽ സാനികൂലാണ്, പുര്യത്തോട്ട് ഇറങ്ങി വരും. മനസ്സിലാവുന്നുണ്ടല്ലോ ഇല്ലേ? ഉണ്ട് സാറേ. അർട്ടിക്കേറിയ ഒരുതരം അലർജി റിയാക്ഷനാണ്. അർട്ടിക്കേറിയ അത് അലർജി നിന്നുണ്ടാകുന്നത്. ആഹാരവസ്തുക്കൾ, ഔഷധങ്ങൾ, ബാക്ടീരിയ, പാരസൈറ്റ്, തണുപ്പ്, ചൂട്, മർദ്ദം, മാനസിക വൈഷമ്യങ്ങൾ തുടങ്ങിയവയാണ് ഈ രോഗത്തിന് കാരണം. തൊലിപ്പുറത്ത് പല രീതിയിലും ആകൃതിയിലും വലിപ്പത്തിലും ഉള്ള തടിപ്പുകളും ചൊറിച്ചിലോട് കൂടിയ ചുവപ്പടയാളവും പ്രത്യക്ഷ. അതായത് ഒരുമാതിരി നമ്മൾ ആരെങ്കിലും ഇതിൻ്റെ അകത്ത് ചൊറിയണം, മുട്ടി ചൊറിഞ്ഞിട്ടുണ്ട്, അതുപോലെ വരും. തടിച്ചു കടിച്ചു വരും, ചൊറിഞ്ഞ് തടിക്കും. ഭയങ്കര ചിലപ്പം ചില കൊതുകുകൾ കടിച്ചാലും അതുപോലെ തടിച്ചു വരും. ചൊറിഞ്ഞിട്ട് ആ ഭാഗങ്ങൾ തടിക്കും. അതിന് കൊടുക്കുന്ന പ്രധാനപ്പെട്ട മരുന്ന് എപ്പിസ്മിനിക്ക. അതിൻ്റെ ഇൻഡിക്കേഷൻ പെട്ടെന്ന് കാണുന്ന അർട്ടിക്കേറിയ, ആസകലമുള്ള നീർവീഴ്ച, പുകച്ചിൽ പോലെ കുത്തുന്നത് പോലെയുള്ള വേദന, കിടക്കയുടെ ചൂട് കൊണ്ട് ലക്ഷണങ്ങൾ വർദ്ധിക്കുന്നു. രാത്രി കിടക്കാൻ പറ്റിയില്ല. പുറത്തൊക്കെ ഇങ്ങനെ ഫാനിട്ടാൽ പോലും ആ കിടക്കുന്ന ഭാഗത്തൊക്കെ നമുക്ക് ചൂട്, മരന്ന കിടക്കുന്നെങ്കിൽ ആ ഭാഗത്തെല്ലാം ചൂട് തോന്നിക്കും, സഹിക്കാൻ മേലാത്ത ചൂട്. ഏറ്റവും ഫാനിട്ടാലോ ചിലപ്പോൾ എയർ കണ്ടീഷൻ ഇട്ടാലോ ആ ഭാഗത്ത് നമുക്ക് ചൂട് കൂടുതൽ തോന്നും. അങ്ങനെയുള്ളപ്പോൾ എപ്പിസ്മിനിക്കായ പഴക്കമേറിയ അർട്ടിക്കേറിയയ്ക്ക് കൊടുക്കാവുന്ന വേറൊരു ഔഷധമാണ് അസ്റ്റാക്കസ് ഫ്ലൂ എന്ന് പറയും. അസ്റ്റാക്കസ് ഫ്ലൂ ഒരു റെമഡിയാണ്. UCOSFLUVIALITLIS. അതിന് ഫ്ലൂ സാധാരണ ഷോർട്ട് ആഴ്സനിക്കാർ പറയുന്നത് അസ്റ്റാക്കസ് ഫ്ലൂ എന്ന് മാത്രമേ പറയാറുള്ളൂ, മുഴുവൻ പറയാറില്ല. യുവിയറ്റൈലിസ് എന്നാണ് പറയുന്നത്. പഴക്കമേറിയ അർട്ടിക്കേറിയയോട് കൊടുക്കാവുന്ന ഒരുപാട് ഇങ്ങനെ പഴക്കമായിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ വരുന്ന തടിപ്പോട് കൂടി വരുന്നത്, ചൊറിച്ചിലോട് കൂടി വരുന്നത് അർട്ടിക്കേറിയയ്ക്കാണ്. ഇത് കൂടുതലും ഈ കരൾസംബന്ധമായ രോഗങ്ങളും ഇവർക്ക് ഇതിനോട് കൂടി കാണും. അതായത് ഒരു സിറോസിസ് ലിവറോ എന്തെങ്കിലും ഒരു കരൾ രോഗങ്ങളോട് കാണും. അങ്ങനെയുള്ളതിനാണ് ഈ അസ്റ്റാക്കസ് ഫ്ലൂ കൂടുതൽ ഉപയോഗപ്രദം. അത് ഞാൻ 0/3 ആണ് കിട്ടിയാൽ കൊടുക്കുന്നത്, അല്ലെങ്കിൽ 6 കൊടുക്കും. ഒരുത്തമുള്ള ആഹാരങ്ങൾ കഴിച്ചതിന് ശേഷം ഗുരുത്വമുള്ള ആഹാരങ്ങൾ കഴിച്ചതിന് ശേഷം വരുന്ന അർട്ടിക്കേറിയ ഛർദിയും വയറിളക്കവും. ചില ആഹാരങ്ങൾ നമുക്ക് പിടിക്കേറത്തില്ല. ആഹാരം കഴിച്ചാൽ ചിലർക്കുണ്ടാകും. ചിലർക്ക് ചെമ്മീൻ കഴിച്ചാലുണ്ടാകും, ചിലർക്ക് കക്ക ഇറച്ചി കഴിച്ചാലുണ്ടാകും. അങ്ങനെയൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ പൾസാറ്റിലായാൽ മതി. ഈ കാര്യം വെറും അർട്ടിക്കേറിയ എന്ന് പറഞ്ഞ ഒരു ചെറിയ രോഗമാണെങ്കിലും വയലൻ്റായിട്ട് വന്നാൽ ചിലപ്പോൾ ചത്തുവരപ്പും. അത്രയ്ക്ക് റിയാക്ഷൻസ് ഉണ്ടാകും. അൺബിയറബിളാണ്. അത് കൂടുതലും പല അലോപ്പതി മരുന്ന് കഴിക്കുമ്പോഴും അത് അസഹനീയമായിട്ടുള്ള ഈ അർട്ടിക്കേറിയ പോലെയുള്ള ഇച്ചിങ് ഉണ്ടാകും, അലർജി ആയിട്ട്. പിന്നെ വേറൊന്ന് മുമ്പേ പറഞ്ഞ റെസ്റ്റോക്സ് തന്നെ. അത് മഴക്കാലത്തുണ്ടാകുന്ന പുകച്ചിലും ചൊറിച്ചിലും. പക്ഷേ ചൂട് വെച്ചാൽ ആശ്വാസം കിട്ടും. ഈ അർട്ടിക്കേറിയയ്ക്ക് ഭയങ്കര അസ്വസ്ഥതയാണ്. ചിലപ്പം നമുക്ക് വസ്ത്രം ഉടുക്കാൻ പറ്റിയല്ല, വസ്ത്രം എല്ലാം എടുത്ത് ദൂരെ കളയും. പക്ഷേ കൂടുതൽ വരികയാണെങ്കിൽ, കണ്ടമാനം കൂടുതൽ വന്നാൽ വസ്ത്രം മർദ്ദിക്കുക ചെയ്യും. കുറച്ചേ ഉള്ളെങ്കിൽ ആദ്യം നമുക്ക് കുറച്ചേ ഉള്ളെങ്കിൽ അത് വസ്ത്രമില്ലാതിരിക്കുന്നതാണ് ഇഷ്ടം. ചില കേസുകളിൽ വസ്ത്രം നമ്മൾ ഉടുക്കാതെ കിടക്കുന്നതായിരിക്കും കൂടുതൽ ഭംഗി. വസ്ത്രം കണ്ടു കഴിഞ്ഞാൽ അതിൽ മുട്ടിക്കഴിയുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ചൊറിയും. ഇവിടെ ചൊറിഞ്ഞു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അപ്പുറം വിടും. അത് എവിടെയൊക്കെയാണ് മുട്ടുന്നെന്നാൽ അവിടെ എല്ലാം ചൊറിയും. അതാണ് റെസ്റ്റോക്സിൻ്റെ ലക്ഷണം. പിന്നെ അർട്ടിക്ക യൂറൻസ് എല്ലാവർക്കും അറിയാവുന്ന, എല്ലാവരും ആദ്യം വിചാരിക്കുന്ന, ഓർക്കാനും എളുപ്പമുണ്ട്. അർട്ടിക്ക യൂറൻസ് എന്നൂടെ ഒന്ന് ചേർത്താൽ മതി. അത് ആണ് എല്ലാവരും സാധാരണ ആദ്യം കൊടുക്കുന്ന മരുന്ന്. അതായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത്. അതിന്റെ പൊട്ടൻസി ഏതാ സാറേ അർട്ടിക്ക യൂറൻസിന്റെ? ഞാൻ പുറമെ ഇത് കൂടുതൽ അർട്ടിക്കേറിയ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒക്കെ മദർ ടിഞ്ചർ വെള്ളത്തിൽ
ഒഴിച്ചിട്ട് അത് പുരട്ടാനൂടെ പറയും. ഞാൻ 0/3 കൊടുക്കാറ്. ഞാനത് ആദ്യം പറഞ്ഞല്ലോ. പക്ഷെ വെളിയിൽ ഒന്നീ വെളിച്ചെണ്ണയ്ക്കകത്തോ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അകത്ത് ലോഷനായിട്ടോ ചാദിച്ചിട്ട് അതോടടുത്ത് പുരട്ടിയാൽ പെട്ടെന്ന് കുറയും. അതിന് പുകച്ചിൽ കാണും, ചൂട് വെച്ചാൽ ആശ്വാസം, ചൊറിച്ച് തടിപ്പ് കാണും, വാസന്തമായ മാറി മാറി വരും, പുകച്ചിലും നീർക്കെട്ടും കാണും, ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കണമെന്ന് തോന്നും, ചൊറിച്ചിനോട് കൂടി കുത്തുന്നത് പോലെയുള്ള, അതായത് വേദനയോട് കൂടിയുള്ള ഒരു ചൊറിച്ചിലുണ്ടോ, അത് അനുഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അത് ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ ഉണ്ടാവും. അവർക്ക് അങ്ങനെയുള്ള അവർക്ക് കൊടുക്കാവുന്നതാണ്. അട്ടിക്കാർ യൂറൽസ് അത് അകത്തോട്ടും വേണേൽ കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് റിലീഫ് കിട്ടാൻ അകത്തോട്ട് വേണമെങ്കിലും കൊടുക്കാം, വെള്ളത്തിൽ ഒഴിച്ച് പെട്ടെന്ന് റിലീഫ് കിട്ടാനുള്ള ഒരു പരിപാടിയാണ്. പിന്നെ അതിനൊരു ഇന്റർ കറന്റ് ആയിട്ട് കൊടുക്കാവുന്ന ഒരു മരുന്നാണ് തൈറോയിഡിനം. അതിന് നീർക്കെട്ട് കാണും, അതിന് തടിച്ച് കണ്ടമാനം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വികൃതമായ ഭാഗമായിട്ടാണെങ്കിൽ അത് ചിലർ 3x കൊടുക്കാറുണ്ട്. ഞാൻ കൊടുക്കുന്നത് കൂടുതലും ഹയർ പൊട്ടൻസി 200 1 ഇന്റർ കറന്റ് ആയിട്ടാണ്. അല്ല, തൈറോയിഡിനം. അല്ല, തൈറോയിഡിനം. ഈ ചൊറിച്ചിലില്ലാത്ത അർട്ടിക്കറിയാണെങ്കിൽ യുവ ഊർസി എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്. യുവ ഊർസി അത് മദർ ടിഞ്ചറാണ് കൊടുക്കാറ്. അത് ഒരു 4 മണിക്കൂർ 3 മണിക്കൂർ ഇടയിട്ട് 10 തുള്ളി വീതം കൊടുക്കും. പിന്നെ ഇതൊന്നും കൊടുത്തിട്ടും ഇൻഡിക്കേറ്റഡ് മരുന്ന് കൊടുത്തിട്ട് കുറവ് കണ്ടില്ലെങ്കിൽ ഒരു ദിവസം സോറിനം കൊടുക്കും. അത് ഞാൻ മണ്ണം കൊടുക്കുന്നത്. സോറിന ലിബൈഡോ ഡോസാണ് കൊടുക്കാറ്. അതുപോലെ തന്നെ കൊടുക്കാവുന്ന വേറൊരു ഇന്റർ കറന്റ് പഴകിയ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുക്കാവുന്നതാണ് സർഫ. നമുക്കറിയാം സർഫ ഈസ് ദി കിങ് ഓഫ് ആന്റിസോറി. പിന്നെ അടുത്തത് സോറിയാസിസ്. ഇതൊരു വലിയൊരു വില്ലനാണ് സോറിയാസിസ്. ബാക്കിയുള്ള നമ്മൾ മെഡിക്കൽ ഹിസ്റ്ററിയിലൊക്കെ നോക്കിയാൽ ഇറ്റ് ഈസ് എ നോൺ ക്യൂറബിൾ ഡിസീസ് എന്ന്. പക്ഷെ നമ്മുടെ എത്തി പറയും സോറിയാസിസിന് കൊടുക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് ആഴ്സനിക് ബ്രോമേറ്റാണ്, മദർ ടിഞ്ചറാണ്. അത് 4 തുള്ളി വീതം ദിവസം ഒരു 4 മണിക്കൂർ ഇടയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെയധികം കുറയുന്നുണ്ട്. വേറൊരെണ്ണമാണ് ബോറാക്സ്. അതൊക്കെ ഇൻഡിക്കേഷൻ നോക്കി കൊടുക്കണേ. ഏറ്റവും നല്ലത് കോൺസ്റ്റിറ്റ്യൂഷനാണ്. പിന്നെ മിയാസ്മാറ്റിക് റെമഡി ഇന്റർ കറന്റ് ആയിട്ട് കൊടുക്കാം. ഇതിനൊക്കെ ഇടയ്ക്ക് ഞാൻ പറയാണ്, അതാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഇത് പെട്ടെന്നൊരു കുറവ് കിട്ടാനും ചിലർക്ക് അത് കറക്റ്റ് ഇൻഡിക്കേറ്റഡ് ആണെങ്കിൽ, അതായത് നമ്മളെന്നാ പറയുന്നത്, നട്ടും ബോൾട്ടും മുറണമെങ്കിൽ അതിൻ്റെ ഈ സ്പാനർ കറക്റ്റ് നമ്പർ ഉണ്ടെങ്കിൽ പിടിക്കലെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇത് പൊട്ടൻസിയും ഇൻഡിക്കേഷനും കറക്റ്റാണെങ്കിൽ ഇതിനോടും പറ്റിയ വേറൊരു മരുന്നും ലോകത്ത് ഒരു മരുന്നും പറ്റിയല്ല. അതുകൊണ്ടാണ് നമ്മൾ ഹോമിയോപ്പതി പിടിച്ചു നിൽക്കുന്നത്. ഇത്രയെല്ലാം എതിർപ്പുകൾ സർക്കാർ തലത്തിലും വേറുള്ളവരുടെ അറ്റാക്കുകൾ ഉണ്ടായിട്ടും ഇത് പിടിച്ചു നിൽക്കാനുള്ള കാരണം, പ്രത്യേകിച്ചും കേരളത്തിൽ 10-15,000 ഡോക്ടർമാർ ജീവിച്ചു പോകുന്നത് ഇതുകൊണ്ട. കാര്യം ഒരുപാട് പേർക്ക് ഒരുപാട് പേഷ്യൻ്റ് എന്നാലും 4-5 പേര് കൊണ്ടൊക്കെ ഒരുമാതിരി കഞ്ഞി പിടിച്ചു പോകുന്നത് അതുകൊണ്ടൊക്കെ. ഈ ഹോമിയോപ്പതിയുടെ ഈ ഗുണം കൊണ്ട് മാത്രം അത് പിടിച്ചു നിൽക്കുന്നത്. അല്ല, അതിന് ശത്രുക്കൾ ഒരുപാടാണ്. ഏറെ പല സൈഡിൽ നിന്നുള്ള ശത്രുക്കൾ ഒരുപാടുണ്ട്, ഗവൺമെന്റ് തലത്തിലും അല്ലാതെ. പിന്നെ നെഞ്ചിനും ചുമലിലും കണ്ടുവരുന്ന സോറിയാസിസാണ് കാലിബ്രോം. അത് കാലിബ്രോമിന് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഒരിക്കൽ എൻ്റെ അടുത്തുള്ള ഒരു പേഷ്യൻ്റ് വന്നു. അയാൾക്ക് ഈ ഒരുമാതിരി കായ്ച്ചു മേത്തെല്ലാം വരിക, ഒരുമാതിരി കാർട്ടിഷ്യൂ പോലെ, അതിനെ കീഴോട് പോലെ വരിക. അങ്ങനെയുള്ളൊരു സോറിയാസ് ഞാൻ കണ്ടിട്ടുണ്ട്. അത് കാലിബ്രോം കൊണ്ട് മാത്രമാണ്. വേറെ പലരും ചികിത്സിച്ചു, ഹോമിയോപ്പതിക്കാരും ചികിത്സിച്ചു, പക്ഷെ കുറഞ്ഞില്ല. അവസാനം കാലിബ്രോമിന് കൊണ്ട് മാത്രം. പുള്ളിക്കാരൻ്റെ മകള് ഹോമിയോ ഡോക്ടറാണ്, പെങ്ങൾ ഹോമിയോ ഡോക്ടർ.
അവരൊക്കെ ചികിത്സിച്ചിട്ടും കുറഞ്ഞില്ല. പക്ഷെ ഞാൻ ഈ കാലിബ്രോമിയം കൊണ്ട് ചികിത്സിച്ചപ്പോൾ കംപ്ലീറ്റ് പോയി. ഒരുമാതിരി കീലോയിഡ് പോലെ ഇരിക്കും കണ്ടാൽ. അതാണ്. പിന്നെ ഇതിനൊക്കെ ഞാൻ കണ്ട വേറൊരു ഇത് ഈ സോറിയാസിസിനും ഈ അർട്ടിക്കേറിയയ്ക്കൊക്കെ കണ്ട ഒരു ഇത് കണ്ടത് ഫാമിലി ഹിസ്റ്ററി ആണ്. നമ്മൾ ചോദിച്ചു കഴിയുമ്പോൾ അവരുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഇത് കണ്ടു. അത് പ്രത്യേകിച്ച് ഈ കാലിബ്രോമിയംകാർക്ക് പ്രത്യേകം കാണും ഫാമിലി ഹിസ്റ്ററി ചോദിച്ചു കഴിഞ്ഞാൽ. എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. ഇതൊന്നും ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടില്ല. പിന്നെ മിണ്ട് കീറി വേദനയോടുകൂടി മെൻസസ് പീരീഡിലാണെങ്കിൽ സോറിയാസിസ് കൂടുന്നവരുണ്ടെങ്കിൽ മംഗാനം അസറ്റേറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ ഡയബറ്റീസിൻ്റെ ഈ സെല്ലുലൈറ്റിസ് പറഞ്ഞപ്പോൾ പറഞ്ഞ അത് തന്നെ മംഗാനം അസറ്റേറ്റ് കൊടുത്താൽ നല്ല കുറവ് കിട്ടും. പിന്നെ ഉള്ളങ്കയിൽ വരുന്ന സോറിയാസിസിന് ഭയങ്കര ചൊറിച്ചിലും ചൂട് കൊണ്ട് വർദ്ധിക്കുകയാണ് മെസ്സേറിയം നല്ലൊരു മരുന്നാണ്. പക്ഷെ അവർക്ക് ആദ്യം അത് തുടങ്ങുന്ന തലയിലായിരിക്കും. അത് കഴിഞ്ഞിട്ട് കുറേശ്ശെ മേത്തോട്ടുകൂടെ വന്നുകൊണ്ടിരിക്കും. ഒരുമാതിരി പട്ടം പിടിച്ച മാതിരി വരും. പൊട്ടം പിടിച്ചിരിക്കുന്നത് ഒരുമാതിരി അഗ്ലിയിലൊക്കെ അടുത്ത് വരുമ്പോൾ തന്നെ ആൾക്കാർ അറയ്ക്കും. അത് കൂടുതലും കയ്യിലും തലയിലുമാണ് കൂടുതൽ വരുന്നത്. അനീമിയ കൊണ്ടുള്ള സോറിയാസിസ് ചിലപ്പം രക്തക്കുറവ് കൊണ്ടുണ്ടാകും. അങ്ങനെയാണ് ഞാൻ മുമ്പേ പറഞ്ഞ തൈറോയിഡിന് തന്നെ കൊടുക്കാം. ഞാൻ ഹയർ പൊട്ടൻസിയും റിയക്ഷൻ ചിലരിൽ കൊടുക്കാറുണ്ട്. ചിലപ്പം അതുകൊണ്ടും കുറവ് കിട്ടാറുണ്ട്. ഇന്റർ കറന്റ് ഔഷധം കൊടുക്കുന്നത് സൾഫറാണ്. പിന്നെ ചിലപ്പോൾ ഇതിനൊന്നും കൊടുക്കാതെ വന്നാൽ ഈ വികാസങ്ങളും കേസുകളിൽ കാർസിനോസിൻ കൊടുക്കാറുണ്ട്. ഞാൻ ഇതൊന്നും വന്നില്ല. പക്ഷെ അത് ഉപയോഗിച്ച് നോക്കിയപ്പോൾ ഇപ്പോൾ ഒരുപാട് പേർക്ക് ഇന്റർ കറന്റ് ആയിട്ട് കാർസിനോസിൻ വരുന്നുണ്ട്. അതിൻ്റെ സിംറ്റംസ് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് കൂടുതൽ കൊടുക്കാൻ വണ്ണമാണെന്ന് ഞാൻ കൊടുക്കുന്നത്. വൃത്തിയില്ലാത്ത ചർമ്മം, ഭയങ്കര ചൊറിച്ചിൽ, കിടക്ക ചൂട് കൊണ്ട് കിടക്കാൻ മേലാതെ ചൊറിയും, പൊട്ടൻ കെട്ടുക, വേനൽക്കാലത്ത് അത് കുറയുകയും ചെയ്യുകയാണെങ്കിൽ മെഡിസിൻ സോറിനം തന്നെ. അത് ഇന്റർ കറന്റ് ആയിട്ടല്ല ഞാൻ കൊടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ TB വന്നിട്ടുണ്ടെങ്കിൽ, ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ, രാത്രി ചൊറിച്ചിലും കൂടുതലാണെങ്കിൽ ഇന്റർ കറന്റ് ആയിട്ട് കൊടുക്കാവുന്ന ഒരു മെഡിസിനാണ് ട്യൂബർകുലിൻ. ഇനി അടുത്തത് സെബേഷ്യസ് സിസ്റ്റ്. ചർമ്മത്തിനടിയിൽ കാണുന്ന അപകടകാരിയല്ലാത്ത കട്ടിയുള്ള വീക്കങ്ങൾക്കുണ്ടാകുന്ന നീർവീഴ്ചയാണ് ഇതിന് കാരണം. ചർമ്മം ചെറിയ അറ പോലെ രൂപപ്പെടുകയും ഇതിനുള്ളിൽ മരിച്ച കോശങ്ങൾ, സെബേഷ്യസ് ഗ്രന്ഥിയുടെ സ്രാവമായ സൈബം തുടങ്ങിയവ കാണുന്നു. ഇത് തല, മുഖം, ദേഹം, ജനനേന്ദ്രിയങ്ങൾ എന്നിവയിൽ കണ്ടു. പ്രായപൂർത്തിയായവരിലാണ് ഇത് സാധാരണയായി കാണുന്നത്. ഇത് ഞാൻ ഒരിക്കൽ ഒരു പേഷ്യൻറ്റിനെ ഞാൻ ചികിത്സിച്ചു. പുറത്താവുന്നു സെബേഷ്യസ് സിസ്റ്റ്. ഞാൻ ചികിത്സിച്ചിട്ട് കുറഞ്ഞില്ലെങ്കിൽ ഇതിന് കാരണം ഞാനത് വേറൊരു മെഡിക്കൽ കോളേജ് ഹോമിയോപ്പതി, സാധാരണ നമുക്ക് ഹോമിയോപ്പതിക്കാർക്കുള്ള വേറൊരു വലിയ കുഴപ്പമാണ് റഫർ ചെയ്യത്. ഹനുമാൻ കഴിഞ്ഞാൽ പിന്നെ നമ്മളാ ഏറ്റവും വലിയ പുള്ളി. ഹനുമാനെ തോപ്പിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ആരും തോപ്പിക്കില്ല. അലോപ്പതിയിൽ അങ്ങനെയല്ല, ഒരാൾക്ക് പറ്റിയില്ലേ വേറൊരാളുടെ അടുത്തോട്ട് റഫർ ചെയ്യും. ഏതായാലും ഡോക്ടർമാരും ചികിത്സിച്ചു, പ്രിൻസിപ്പളും സൂപ്രണ്ടും ഒക്കെ ചികിത്സിച്ചിട്ടും കുറഞ്ഞില്ല. അത് കൂടുതലല്ലാതില്ല. അവസാനം അവിടുത്തെ പ്രൊഫസറെ അവർ കൊണ്ടുപോയി ചെന്ന് കാണിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ ഹോമിയോപ്പതിക്കാർ ഇങ്ങോട്ട് കയറാതിരിക്കാമെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കാം. അവിടെ അലോപ്പതിയും ഹോമിയോപ്പതിയും കൂടെ ഉള്ള ഒരു ഹോസ്പിറ്റലാണ്. ഏതായാലും അത് ഓപ്പറേറ്റ് ചെയ്ത് പോയി. പിന്നെ അത് വന്നപ്പോൾ ഞാൻ കൊടുത്ത മെഡിസിൻ സൈലീഷ്യ പോയി, കംപ്ലീറ്റ് പോയി. പക്ഷെ ആദ്യം കൊടുത്തിട്ട് പല ഇൻഡിക്കേറ്റഡ് മരുന്ന് ഏപ്പിസ്മെന്റും വെറൈറ്റായും കാൽക്കേറിയായും ഒക്കെ കൊടുത്തിട്ട് പോയില്ല. പക്ഷെ അവസാനം സൈലീഷ്യ 0/3 കൊണ്ട് നോക്കാം. രണ്ടാമത് വന്നപ്പോൾ പോയി. എനിക്കറിയാൻ ആദ്യം എന്ത് പറ്റിയെന്നറിയാൻ മേല. അതിനുശേഷം എനിക്ക് നല്ല ധൈര്യം വന്നു. ഇഷ്ടംപോലെ സെബേഷ്യസ് സിസ്റ്റ് ഞാൻ കുറച്ചിട്ടുണ്ട്. അതിൻ്റെ വേദനയും ചുവപ്പ് നിറമൊക്കെ ആണെങ്കിൽ ആദ്യം കൊടുക്കാവുന്ന മരുന്ന് ഏപ്പിസ്മെന്റ് തന്നെ.
പലയിടത്തും റിപ്പീറ്റേഷൻ വരാം കേട്ടോ. ഡോണ്ട് ഫീൽ നമ്മൾ കണ്ടീഷനെ അല്ല ഈ രോഗത്തെ അല്ല രോഗിയെ ചികിത്സിക്കുന്നത്. അതുകൊണ്ട് സെബേഷ്യസ് സിസ്റ്റ് ആണെങ്കിലും കൊള്ളാം, എന്താണേലും കൊള്ളാം, ഇതിൻ്റെ സിംറ്റംസ് ശരിയായാൽ തീർച്ചയായിട്ടും. പിന്നെ എന്തിനാ നമ്മൾ ഈ പേരിടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതും കുറേ വന്ന് ഈ സയന്റിഫിക് വേണ്ടിയിട്ട് എല്ലാവരും ഇത് പഠിച്ചേച്ചാ വരും. ഇപ്പം ഗൂഗിൾ മാമയെ നോക്കി എല്ലാം ഇത് പഠിച്ചേച്ച ആൾക്കാർ ഇങ്ങോട്ട് പറഞ്ഞു തരും, നമ്മളെ പഠിപ്പിക്കും. പിന്നെ പക്ഷെ അതൊന്നും കഴിച്ചാലൊന്നും കുറയില്ല. അതാ കൂടുതൽ പ്രശ്നം. ചിലർക്ക് ഒരു മരുന്നും കഴിക്കാൻ പേടിയാണ്, എന്നാലും നമ്മുടെ അടുത്ത് വരും, അവസാനം കുറയാതെ വരും. വേറൊന്നാണ് ബെറൈറ്റ അയോഡക്ടം. അതിനും നല്ല ഒരു എഫക്റ്റ് ഉണ്ട് സിസ്റ്റ് ഫോർമേഷൻ, ഈ സെബേഷ്യസ് സിസ്റ്റ്. പിന്നെ കൺട്രോളബിൾ ആണ് കാണുന്നെങ്കിൽ കാൽക്കേറിയ ഫ്ലോറ നല്ല മെഡിസിൻ. കൺപോളകളുണ്ട്, അതിൻ്റെ അകത്ത് വായുവും ദ്രാവകവും കൊണ്ടാണ് നിറഞ്ഞിരിക്കുന്ന ആണ്. പേഷ്യൻ്റ് കോട്ടുവാണെങ്കിൽ അയോഡാ മെഡിസിൻ. ഭയങ്കര ചൂട് സഹിക്കാൻ പറ്റിയില്ല, അങ്ങനെയാണെങ്കിൽ അയോഡാണ്. പിന്നെ യോനിയിലാണ് കണ്ടുവരുന്നെങ്കിൽ പലർക്കൊക്കെ ഈ അടുത്ത കാലത്ത് മിക്കവാറും ചില പെണ്ണുങ്ങൾക്കൊക്കെ പെൺപിള്ളേർക്കൊക്കെ ഉണ്ടാകുന്നുണ്ട് ഈ സിസ്റ്റ്. അത് നമ്മുടെ സൈലീഷ്യ കൊണ്ട് തന്നെ പോകും, അല്ലെ പൂജ കൊണ്ടും പോകാറുണ്ട്. പിന്നെ സിസ്റ്റിന് ഉപയോഗിക്കുന്ന നാക്കിൻ്റെ അറ്റത്തൊക്കെ ഇങ്ങനെ സിസ്റ്റ് പോലെ ഇങ്ങനെ കാണും. ഞാൻ നൈട്രിക് ആസിഡ് കൊടുത്ത് കുറയ്ക്കാറുണ്ട്. നൈട്രിക് ആസിഡ് പൂജ അതിങ്ങനെ ഒരുമാതിരി പൊള്ളൽ പോലെ ഇരിക്കും. അതിന് പൂജയും കൊള്ളാം, നൈട്രിക് ആസിഡും കൊള്ളാം. ഇനി വേർപ്പ്, അതായത് സ്വെറ്റിങ്. ഇപ്പം എല്ലാവർക്കും ഈ ചൂടുകാലത്ത് ഉള്ള ഒരു പ്രധാനപ്പെട്ട കുഴപ്പമാണ് സ്വെറ്റിങ്. മണ്ണമൊക്കെ ഉണ്ടെങ്കിൽ കാൽക്കേറിയയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ, അതായത് ഫാറ്റി പെയറൊക്കെ ആണെങ്കിൽ, ഇയറൊക്കെ ഉള്ളതാണെങ്കിൽ, അതായത് വണ്ണമുള്ള മാംസളമായ ശരീരമുള്ള കുട്ടികളിൽ കണ്ടുവരുന്ന വിയർപ്പിന് നമുക്കാവുന്ന ഔഷധം സ്ത്രീകൾക്കും കൊടുക്കാം കേട്ടോ. ഉറങ്ങുന്ന സമയത്ത് അമിതമായി തല വിയർക്കുന്നത് കാണാം. അതായത് തലേനയൊക്കെ അങ്ങ് നനയും. നമ്മൾ കൊച്ചു കിടക്കുന്നിടത്ത് തലേന ചെന്ന് നോക്കിയാൽ നനഞ്ഞിരിക്കും തലേന. അതാണ് കാൽക്കറി കാർബണിൻ്റെ ഒരു പ്രത്യേകത. ആ ഒരു സിംറ്റം വെച്ച് തന്നെ ഞാൻ ഒരുപാട് രോഗികളുടെ രോഗങ്ങൾ പലതും ഇതല്ല വേറെ പലതും മാറ്റിയിട്ടുണ്ട്. ഒരു പ്രധാനപ്പെട്ട ഒരു രോഗമാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഈ ഈ ഈ വക ഇങ്ങനെയുള്ള കൊച്ചുങ്ങൾക്ക് മുട്ടയോട് ഭയങ്കര ആർത്തിയായിരിക്കും, ക്രേവിങ് ഫോർ എഗ്സ്. അതൊരു പ്രധാന ഒരു പ്രധാന. പിന്നെ മറ്റേ സൈലീഷ്യ തന്നെ വേറെ, അതും വേറൊരെണ്ണമാണ്. അതായത് നമ്മൾ സോക്സ് ഒക്കെ കൊണ്ടുവച്ചാൽ നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റിയാൽ അവിടെ സോക്സ് ഊരിയാൽ ആ ഷൂസ് വെളിയിലിട്ടാൽ പോലും നമുക്ക് അകത്തിരിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് മണമായിരിക്കും. അങ്ങനെ നമ്മൾ വിചാരിക്കും ഇവൻ ഇത് ഒരിക്കലും കഴുകാത്ത, അവൻ അന്നിട്ടതാ, ഉച്ചവരെ ഇട്ടുള്ളൂ. എന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് അടുക്കാൻ പറ്റിയില്ല, അത്രയ്ക്കൊരു ദുർഗന്ധമാണ് ഈ സൈലീഷ്യയുടെ വെസർപ്പിന്. ഭയങ്കര ദുർഗന്ധമാണ്. ആരെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വേറെയുള്ളവർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഛർദ്ദിക്കാൻ വരും, പക്ഷെ നമുക്ക് പറയാൻ പറ്റുമോ, രോഗികളോ അല്ലെങ്കിൽ വിരുന്നക്കാരോ വല്ലതും ഒക്കെ ആയിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ കൊടുക്കേണ്ട മരുന്ന് സൈലീഷ്യയാണ്. പിന്നെ പലർക്കും ഉണ്ട് ഈ കക്ഷത്തിൽ ഇങ്ങനെ, നമുക്ക് നോക്കിയാൽ അറിയാം, പലർക്കും ഒരു ദിവസം ഏതെങ്കിലും പനി എന്നായിട്ട് കുളിക്കാതിരുന്നു കഴിഞ്ഞാൽ കക്ഷത്തിൽ ഭയങ്കര മണം വരും. അങ്ങനെ വരികയാണെങ്കിൽ കൊടുക്കാവുന്ന മരുന്ന് പെട്രോളിയം. ഒത്തിരി പേർക്കുണ്ട്. ഞാൻ ഈ അടുത്ത കാലത്ത് എല്ലാവരോടും ചോദിക്കുന്നതാണ്, വെസർപ്പിന് മണമുണ്ടോ, കളറുണ്ടോ? സാറേ ഇതൊക്കെ എന്തിനാ ചോദിക്കുന്നതെന്ന് ചോദിക്കും. ഇതൊക്കെ എങ്ങനെയാണ് ചോദിക്കുന്നത്? പക്ഷെ എല്ലാവരും പറയും മണം, നമ്മുടെ മണം നമുക്ക് തന്നെ അറിയാം. ഇങ്ങനെ മണത്ത് നോക്കിയാൽ, ഇങ്ങനെ വെച്ച് മണത്ത് നോക്കിയാൽ നമുക്കറിയാം നമ്മുടെ എന്തെന്ന്. ചിലർക്ക് നല്ലതായിരിക്കും, ഡയബറ്റീസ് ഉള്ളവർക്ക് ഫ്രൂട്ട്സിൻ്റെ സ്മെല്ലായിരിക്കും. പഴം വെച്ചിരിക്കുന്ന കടകളിലോ അല്ലെങ്കിൽ മുറികളിലോ പഴം കേൾക്കുന്ന മണമായിരിക്കും. ആണ് ഈ ദുർഗന്ധമാണെങ്കിൽ സഹിക്കാൻ മേലാത്ത ഭയങ്കര നാസ്റ്റി സ്മെല്ലാണ്, ഛർദ്ദിക്കാൻ വരും. അങ്ങനെയുള്ളവർക്ക് കൊടുക്കുന്ന പെട്രോളിയം. രാത്രി വിശൽക്കാണെങ്കിൽ എണ്ണമയം പോലെ തോന്നും ശരീരത്ത്, അവർക്കും ഉണ്ട് വിശൽ. പിന്നെ വയറിൻ്റെ അടിഭാഗത്തും ഒക്കെ ഒരു ദുർഗന്ധമായിരിക്കും. അങ്ങനെയുള്ളവർക്ക് കൊടുക്കാവുന്ന ഒരു മെഡിസിനാണ് മർസോൾ.
ശരീരത്തിന് മുഴുവൻ, കൈയും കാലിലും ഒന്നും അധികം കാണുകയില്ല. ബാക്കിയുള്ളിടത്തെല്ലാം വിശപ്പ് കൂടുതലാണെങ്കിൽ കൊടുക്കുന്നത് ഓപ്പിയം. ഓപ്പിയം. സ്പീഡ് കൂടുന്നുണ്ടോ ഡോക്ടറെ? സ്പീഡ് കൂടുതലുണ്ടോ? ഓപ്യത്തിൻ്റെത് സിംറ്റം കിട്ടിയില്ല സാറേ. അങ്ങനെ ചോദിച്ചോണം. കാലുകൾ കൈകളും ഒക്കെ ഒഴിച്ച് ശരീരം മുഴുവൻ ചൂടും വിയർപ്പോടും, ചൂട് കൊണ്ട് വിയർപ്പിട്ട് ഇങ്ങനെ ഒഴിക്കും. പക്ഷെ കയ്യിലും കാലിലും അധികം കാണുകയില്ല. കൈയും കാലും നനയും. അതുപോലെ അത് പ്രത്യേകിച്ച് കൈയും ഉള്ളം കൈയും ഉള്ളംകാലും നനഞ്ഞിരിക്കും. വിശപ്പ് ഇങ്ങനെ ഒഴിക്കും. പിടിക്കുന്ന വസ്തുക്കൾ വരെ നനയും. അത് പേപ്പറിൽ അങ്ങനെയുള്ള പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ പരീക്ഷയ്ക്കൊന്നും എഴുതാൻ പറ്റില്ല, പേപ്പറെല്ലാം നനഞ്ഞു പോകും. അങ്ങനെയുള്ളതാണെങ്കിൽ ഫ്ലോറിക് ആസിഡ് ആണ്. സൈലീഷ്യയ്ക്ക് ഉണ്ട് കേട്ടോ. അതിന് റെപ്പർട്ടിക്കകത്ത് സൈലീഷ്യയും പറഞ്ഞിട്ടുണ്ട്. സൈലീഷ്യക്കകത്തും കിട്ടും, ഫ്ലോറിക് ആസിഡിനും കിട്ടും. കക്ഷത്തിലെയും കാൽമടക്കിലെയും ചർമ്മം അമിതമായ വിയർപ്പ് കാരണം ഉരിഞ്ഞു പോവുക. അതായത് ഇത് നമ്മുടെ കാലിൻ്റെയും കൈയുടെ ഒക്കെ മുട്ടിൻ്റെ ഈ കാലിൻ്റെ ഈ പൊപ്പിലിറ്റ് പോസായാലും ഒക്കെ ഇത് വിശർത്ത് വേർത്ത് അവിടെ തൊലി പരപ്പും. അങ്ങനെയാണെങ്കിൽ ഇന്റർ കറണ്ടായിട്ടും കൊടുക്കാം. ഈ പറഞ്ഞ മേലുള്ള മരുന്നൊന്നും കൊടുത്തിട്ട് കുറവില്ലെങ്കിൽ ഇന്റർ കറണ്ടായിട്ടും കൊടുക്കാം. സമയമായെങ്കിൽ പറഞ്ഞോണേ. ഞാനല്ലേ ഇതിൻ്റെ അകത്ത് ശ്രദ്ധിച്ചിരിക്കുന്നതാണെങ്കിൽ സൾഫർ നമ്മുടെ ഇന്റർ കറന്റ് കിങ് ഓഫ് ദി സോറ സൾഫർ. പിന്നെ അടുത്തത് പറയാൻ പോകുന്നത് വെള്ളപ്പാണ്ട്, ലൂക്കോഡർമ. നമുക്ക് നല്ലൊരു പേര് കിട്ടുന്ന വേറൊരു സാധനമാണ് ഇത്, ലൂക്കോഡർമ. ഒറ്റ ദിവസം കൊണ്ടൊന്നും കുറയല്ല, അതിന് സമയം എടുക്കണം. മുൻപ് ഒരു ജാമ്യം എടുത്തോണം. ഒരു 6 months 1 year എങ്കിലും എടുക്കും. ഇച്ചിരി കുറവ് വേണം, 1-2 വർഷം എടുക്കുമെന്ന് പറഞ്ഞേക്കണം. പക്ഷേ മാജിക്ക് പോലെ ഒന്നും കുറയ്ക്കാൻ പറ്റുമെന്ന് എനിക്ക് പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പലയിടത്തും പോയി കഴിഞ്ഞിട്ട് വരുന്ന കൊണ്ടായിരിക്കും. അത് ആരംഭിക്കുന്നതിന് മുമ്പ് ആദ്യം കൊടുക്കേണ്ടി മരുന്ന് ട്യൂബർക്കുലോസിസ്. പിന്നെ ആഴ്സപ്ലേവ എല്ലാവരും കൊടുക്കാറുണ്ട്. പക്ഷെ ഞാൻ കൊടുത്തിട്ട് വലിയ പ്രയോജനമൊന്നും അതിൽ കിട്ടിയിട്ടില്ല. പക്ഷേ പല ബുക്കിലും എഴുതിയിട്ടുണ്ട് മെറ്റിയാമെഡിക്കായി ആഴ്സപ്ലേവം കൊടുത്തു കഴിഞ്ഞാൽ കുറയുന്നു. പക്ഷെ ആദ്യമൊക്കെ കുറയും. പിന്നെ ട്യൂബർക്കുലിന് 200 വണ്ണമാണ് ഞാൻ ഉപയോഗിക്കാറ്. പിന്നെ ആഴ്സപ്ലേവത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ആദ്യമൊക്കെ കുറയും, ലോവർ പൊട്ടൻസി കൊടുത്താൽ കുറയും. പക്ഷെ പിന്നീട് നമ്മൾ ഹയർ പൊട്ടൻസി കൊടുക്കണം, എന്നാലേ കുറയുള്ളൂ. പലയിടത്തും എഴുതിയിട്ടുണ്ട് ലോവർ പൊട്ടൻസി 2x 3x ഒക്കെ കൊടുത്താൽ കുറയുമെന്ന്. പക്ഷെ ഞാൻ ഈ അടുത്ത കാലത്ത് ഈ ആൾസർ പ്ലേവം കൊണ്ട് ഒരു ഇത് പിന്നെ പൾസ് റേറ്റ് കൂടുതൽ. ഒരാൾക്ക് 120 പൾസ് റേറ്റ്. അയാൾക്ക് പേടി, നടക്കുമ്പോൾ ഒക്കെ കഥയ്ക്കുക. ആൾസർ പ്ലേവം അത് സെലക്ട് യുവർ റെമഡിക്കകത്ത് എഴുതി. ഒരു അനുഭവം പങ്കുവെച്ചു. സാർ റേഞ്ച് പോകുന്നുണ്ട് ഇടയ്ക്ക്. റേഞ്ച് പോയി സാറേ. റേഞ്ച് പോകുന്നുണ്ടോ? ഇടയ്ക്ക് അല്പസമയം കേട്ടില്ല. പൾസ് റേറ്റ് 120 സാർ കൊടുത്തു എന്നുള്ള 120 ഒരാൾക്ക് പൾസ് റേറ്റ് 120 ഒന്നും ഭയങ്കര പേടി. പിന്നെ അയാൾക്ക് വേറെ എന്തെങ്കിലും നടക്കുമ്പം ക്ഷീണം, കുറച്ച് നടന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇങ്ങനെയൊക്കെ വന്നപ്പോഴത്തേനും അയാൾ പല ഡോക്ടർമാരെ കണ്ടു, പല അലോപ്പതി മരുന്ന് കഴിച്ചിട്ടും കുറഞ്ഞില്ല. ആൾസർ പ്ലേവം കഴിച്ചപ്പം ആദ്യം അത് 100 അടുത്ത് വന്നു, പിന്നെ അത് 85 വന്നു. ഇപ്പം 3 ദിവസം കൊണ്ട് നോർമൽ. ഒരാഴ്ച മുമ്പിലത്തെ കാര്യമാണ് പറഞ്ഞത്. ഓക്കെ. അന്നേരം ആൾസർ പ്ലേവം ഒരു ഈ കുറയ്ക്കാനുള്ള നമ്പർ. അത് ഏത് പൊട്ടൻസിയോ സാർ? കട്ടാകുന്നുണ്ടോ? ഉണ്ട്, ഇടയ്ക്ക് കട്ടാകുന്നുണ്ട്. ഞാൻ 3x. കിട്ടി സാർ. പിന്നെ അതുകൊണ്ട് കുറഞ്ഞില്ലെങ്കിൽ ഇതിന്റെ അല്ല പറയുന്നത്, ഈ പൾസിന്റെ അല്ല പറയുന്നത്,
ഈ ലൂക്കോഡർമയുടെ കാര്യം പറഞ്ഞു. കുറഞ്ഞില്ലെങ്കിൽ ഹൈഡ്രോകോട്ടയിൽ പിന്നെ ഞാൻ വേറൊരു മരുന്നൂടെ കൊടുക്കാറുണ്ട്. പിന്നെ സൊറേരിയ എന്ന് പറയുന്ന ഒരു മദർ ടിഞ്ചർ കിട്ടും. ബാബാച്ചി എന്നും അതിന് പറയാമെന്ന് തോന്നുന്നു. അത് രണ്ടും മാറി മാറി ഒന്നിച്ച് ഞാൻ മിക്സ് ചെയ്യാറുണ്ട്. ഒരിക്കലും മാറി മാറി കൊടുക്കുമ്പോൾ വളരെ കുറയാറുണ്ട്. പിന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് സൊറേരിയ മദർ ടിഞ്ചർ കൊടുക്കാം. ഹൈഡ്രോകോട്ടയിലും മദർ ടിഞ്ചർ. എൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതുകൊണ്ട് കുറവില്ലെങ്കിൽ ഇതിലോട്ട് പൊട്ടൻസിയിലോട്ട് പോകും കേട്ടോ. പിന്നെ ഇതൊന്നും ഇല്ലാത്ത വേറൊരു എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞുതരാം. അത് എൻ്റെ ഒരു പേഷ്യൻറ്റിനെ, വളരെ ദൂരെ നിന്ന് വന്ന പേഷ്യൻ്റ്, ആരാണ്ടോ പറഞ്ഞ് റെക്കമെൻഡ് ചെയ്തൊക്കെ വിട്ടാ. പക്ഷേ അയക്കൊരു 60% കുറഞ്ഞു. പിന്നെ എന്നൊക്കെ കൊടുത്തു, സൾഫർ കൊടുത്തു, ബേസിനും കൊടുത്തു, ഒന്നും ഒരു രക്ഷയില്ല. അങ്ങനെ ഞാനൊരു പ്രാവശ്യം ഒരു ട്രെയിനിൽ പോയപ്പോൾ ഇയാളെ എനിക്ക് മനസ്സിലായില്ല. ഇയാളെ മേലെല്ലാം വെളുത്തല്ലേ ഇരുന്നത്. അന്നേരം എനിക്ക് മനസ്സിലായില്ല. അയാൾ ഓടി വന്നിട്ട്, ഡോക്ടറെ എൻ്റെ ഇതെല്ലാം പോയി കേട്ടോ. എന്നാലും ഞാൻ വിചാരിച്ചു നമ്മുടെ മരുന്ന് കൊണ്ടായെല്ലാം തീർത്ത് മാറിയെന്ന് വിചാരിച്ചു. കുറഞ്ഞതാണല്ലോ ഒരു ബാക്കിയും കൂടെ അങ്ങ് തന്നെ കുറഞ്ഞു കാണുമെന്ന് വിചാരിച്ചു. ഞാൻ സൾഫറായൊക്കെ ആദ്യം കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ സൾഫർ 0/3 കുറഞ്ഞു, 75% വരെ കുറഞ്ഞു. പിന്നെ അയാളെ കാണുന്നില്ല. ഞാൻ വിചാരിച്ചു ഇയാൾ വന്ന് കണ്ടപ്പോൾ ഞാൻ വളരെ സന്തോഷിച്ചിരുന്നു ഇത് കുറഞ്ഞു കാണുമെന്ന്. പിന്നെ അയാൾ പറഞ്ഞു, സാറേ അത് 75% കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് കുറഞ്ഞു. പിന്നെ എന്നാ ചെയ്തെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, ഞാൻ ഈ കൂവളത്തിൻ്റെ ഇല ദിവസവും രാവിലെയും വൈകിട്ടും ഓരോ ഔൺസ് വീതം, ഓരോ സ്പൂൺ വീതം, ഔൺസിൻ്റെ ഓരോ സ്പൂൺ വീതം കുടിച്ചു. അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ 6 അടി മണ്ണ് കുഴിച്ചെടുത്തിട്ട് ദേഹത്ത് രാവിലെയോ വൈകിട്ടും അത് കുഴച്ച് തേച്ചിട്ടും വില എടുത്തിട്ട് അവത്തെ തിരിച്ച് കടന്നു തീർത്ത് മാറിയെന്ന് പറഞ്ഞു. പിന്നെ വന്നിട്ടില്ലെന്ന് പറഞ്ഞു. ഞാൻ ഈ ആളെ കാണുന്നത് ഒരു 7-8 വർഷം കഴിഞ്ഞപ്പോൾ ട്രെയിനെ വെച്ച് കണ്ടപ്പോൾ അയാൾ ഓടി ഇങ്ങോട്ട് വന്ന് പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞ് ഞാനിത് പരീക്ഷിച്ച് നോക്കി പലർക്കും. ഈ മേത്ത് മണ്ണ് പുരട്ടുന്നതൊക്കെ ഈ നാച്ചുറോപ്പതിയാണ്. നാച്ചുറൽ പുസ്തകത്തിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന പരിപാടിയാണ്. അത് ഞാൻ ഈ ഇത് പഠിക്കാൻ പോയപ്പം, ചിദംബരത്ത് യോഗ പഠിക്കാൻ പോയപ്പം അവിടെ ഒരു ഭാഗം ഉണ്ടായിരുന്നു ഈ നാച്ചുറോപ്പതി പഠിക്കണം. അതിൻ്റെ അവിടെ എഴുതിയിട്ടുണ്ട്. എന്നാലും എനിക്ക് മനസ്സിലായത് നാച്ചുറോപ്പതി എന്ന് കിട്ടിയ പരിപാടിയാണ്. കുറയാതെ വന്നാൽ ഈ ട്രിക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാതെ ഇത് പറഞ്ഞു തരുന്നത്. ഇതൊന്നും വലിയ കാശ് ചെലവുള്ള പരിപാടിയല്ല. ചിലപ്പോൾ അങ്ങനെ നമുക്കിനി 7 മിനിറ്റേ ഉള്ളു കേട്ടോ സാറേ. അപ്പൊ അന്നേരം ഈ സൊറേലിയ വേണമെങ്കിൽ ഇത് പുറമേ പുരട്ടാം. പിന്നെ സൂര്യരശ്മിക്ക് രാവിലെയും വൈകിട്ടും ഇച്ചിരി സൂര്യൻ്റെ വെയിൽ കിട്ടിയാൽ വളരെ നല്ലതാണ്. അതിനൊന്നും പൈസ ചെലവില്ലല്ലോ. ഓക്കെ. അപ്പം അന്നേരം 2 തരത്തിൽ ഇത് കുറഞ്ഞ് കാണാറുണ്ടെന്നും നടുക്കൊരു കുത്തുപോലെ വരും. പിന്നെ വെളിയിലോട്ട് പടർന്നു വരും. പിന്നെ വേറൊരു തരത്തിൽ കുറയും. ചിലരുടെ വെളിയിൽ തുടങ്ങും. അതിൻ്റെ വട്ടം കുറഞ്ഞ് വന്ന് അതങ്ങ് മാറും. ഓക്കെ. ഏതായാലും ഇത്രയും നേരം അപ്പം ഇനിയുണ്ട് 40 ഉണ്ട്, 12 ആയുള്ളൂ. 40 തരത്തിലുള്ള കേസുകൾ വന്ന 40 42 ഉണ്ട്. 2 ഞാനങ്ങ് വിട്ടു. കാരണം അജയൻ സാർ വന്നിട്ട് ബാക്കി എടുത്തോളുമല്ലോ. ആ ഭാഗമൊക്കെ ഞാനങ്ങ് വിട്ടു. അതൊരു 40-45 ഉണ്ട്. ഇനി സമയം കിട്ടിയാൽ താല്പര്യം ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള ക്ലാസ്സുകൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ ഇതിപ്പോ സാറ് ലൂക്കോഡർമയുടെ കഴിഞ്ഞു അല്ലേ? കഴിഞ്ഞു. ഇതുപോലെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ 10-12 പറയാൻ പറ്റുള്ളൂ. പറഞ്ഞതെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നമുക്ക് സ്ഥിരമായി വരുന്ന കാര്യങ്ങളാണ് സാർ ഇന്ന് നമുക്ക് പറഞ്ഞു തന്നത്. അതായത് ഞാനൊന്ന് പറയാം, ഈ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ കൊണ്ട് ഈ സ്കിൻ സ്പെഷ്യലിസ്റ്റ് ഒക്കെ എത്ര ചികിത്സിച്ചാലും, അതായത് ഇപ്പൊ ഇഷ്ടം പോലെ സ്കിൻ സ്പെഷ്യലിസ്റ്റ് ഇരിപ്പുണ്ട്. അവരൊക്കെ ഈ സോറിയാസിസ് ഒക്കെ ഇഷ്ടം പോലെ ചികിത്സിക്കുന്നുണ്ട്. പക്ഷേ അതെല്ലാം തിരിച്ചു വരും. കാരണം മെയിൻ റീസൺ സോറ അകത്തുള്ളത് കൊണ്ടാണ്. വേറെ പല ഡിസീസും അതിൻ്റെ അകത്തുള്ളത് കൊണ്ടാണ്. അത് ക്ലെൻസിങ്, ഇത് നമ്മുടെ ഡോക്ടർ കെറിങ്സ്ലോ പറയുമല്ലോ, ഇന്റേണൽ ടു എക്സ്റ്റേണൽ, എബോവ് ടു ഡൗൺവേഴ്സ്. കെറിങ്സ്ലോ അനുസരിച്ചിട്ട് ഇത് വെളിയിലോട്ട് വന്നെങ്കിൽ പല രോഗങ്ങളും നമ്മൾ ചികിത്സിച്ച് വരുമ്പോൾ അതിനിടയ്ക്ക് സ്കിൻ ഡിസീസ് വരികയാണെങ്കിൽ നമ്മൾ
ഭയപ്പെടരുത്. അത് ക്ലെൻസിങ് പ്രോസസ്സാണ്. അത് ശരിയായിക്കോളും. തീർച്ചയായിട്ടും അത് കുറയുമെന്നുള്ളതിൻ്റെ ആ രോഗം കുറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഉള്ള ഒരു ലക്ഷണമാണ്. അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് അറിയാം. അത് കൺഫേം ആണ്. നമുക്ക് ആ രോഗം കുറയുമെന്ന് തീർത്തും പറയാം. അതുകൊണ്ട് ഇച്ചിരി ചൊറിച്ചിൽ കൂടിയത് കൊണ്ടോ ഒന്നും നമ്മൾ വിഷമിക്കേണ്ട. അവരെ പറഞ്ഞ് സമാധാനിപ്പിക്കണം. ഒരു പ്രൈമറി അഗ്രവേഷൻ ചിലപ്പോൾ ചിലയിടത്തൊക്കെ കാണാൻ പറ്റും. പ്രത്യേകിച്ച് സൾഫർ മുതലായ മരുന്ന് ഈ 0/3 അല്ല, എല്ലാം പൊട്ടൻസി അല്ലാതെ കൊടുത്താൽ ചിലർക്ക് കൂടാറുണ്ട്. ചിലർക്ക് അതുകൊണ്ട് പേടിയാണ് സൾഫർ മുതലായ മരുന്നുകൾ കൊടുക്കാൻ. ഒന്നും പേടിക്കേണ്ട, അത് തീർച്ചയായിട്ടും കുറയും. ഏതായാലും എന്നെ കൊണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഒരു നന്ദി, നമസ്കാരം. ഓക്കെ. നന്ദി സാറേ. 45 പേർക്കും ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഭയങ്കര നന്ദി. ഓക്കെ, താങ്ക് യു. ഞാൻ നോക്കിയില്ല ആരൊക്കെ കേൾക്കുന്നുണ്ടെന്ന്. നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ്സിൽ എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. ഇന്ന് സാറ് നമുക്ക് പറഞ്ഞു തന്നു ഈ കേസുകളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാവുന്നതാണ്. സലീംകുമാർ ഡോക്ടർ വന്നിട്ടുണ്ട്. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്തോളൂ. സലീംകുമാർ ഡോക്ടറെ. ആഡ് ചെയ്യാനേ ഉള്ളിൽ കാണുള്ളൂ. ആഡ് ചെയ്യാനായിരിക്കും കൂടുതലുള്ളത്. സംശയമൊന്നും കാണാൻ വഴിയില്ല. സംശയം തോന്നാൻ വഴി അല്ല ഇന്നത്തെ ഇത് വളരെ ഇതിനു മുമ്പ് ചെയ്തതിനേക്കാളൊക്കെ കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ടും പ്രയോജനമുള്ള സാധനമാണ് സാറ് ചെയ്തത് കേട്ടോ. മറിയാമ്മ ഡോക്ടർ എനിക്ക് പറയാനുള്ള മറിയാമ്മ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ഇപ്പൊ നിന്ന് പറയാൻ പറ്റില്ല. ഇന്നത്തെ കുറച്ചുകൂടി ഇതുവരെ കള്ളയിലേക്കാൾ നേരത്തേക്ക് മനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. അപ്പോ അതിൽ നിന്ന് അധികം നമുക്ക് കുറിച്ചെടുക്കാനല്ല, ഇത് കുറിച്ചെടുക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ സാറൊന്ന് പറഞ്ഞു. അതാ. അപ്പൊ അതിന് ഒരിക്കൽ കൂടി അതിന്റെ നന്ദി ഞാൻ പറയുന്നു. അപ്പൊ ഇനി ഇതുപോലുള്ള സാധനങ്ങളായിട്ട് ആകും. ഇനിയുണ്ട്. അത് 3-1 പോലും ആയില്ല, 4-1 ഭാഗമായുള്ളൂ. ഇനിയും കിടപ്പുണ്ട്. ഇനിയും വിളിച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എടുക്കാം. ഓക്കെ. ഇതിനെനിക്ക് വലിയ പ്രിപ്പറേഷൻ ഒന്നും വേണ്ട. പക്ഷേ ഞങ്ങളുടെ രക്ഷകനാണ് സാർ. കേസുകൾ ഇത്രയും ഭംഗിയായി പ്രാക്ടിക്കലായിട്ടുള്ള. എനിക്ക് സത്യത്തില് അസുഖമാണ് പോലെയാണ്. നിങ്ങളിപ്പം കണ്ടു കാണും, ഞാൻ 1-2 പ്രാവശ്യം. എന്നിട്ട് ഞാൻ വന്നതിന്റെ കാരണം നിങ്ങളുടെയൊക്കെ ഈ സ്നേഹം. ഇടയ്ക്കിടയ്ക്ക് ചില ഡോക്ടർമാര് എന്നെ, പേരൊന്നും ഞാൻ പറയില്ല, അവർ വിളിച്ചു പറയും, സാറേ വളരെ നന്നായിരുന്നു, സാർ ഇനിയും വരണം, സാറിൻ്റെ ഈ ക്ലാസ് കൊണ്ട് ഞങ്ങൾക്ക് വളരെയധികം പ്രയോജനം ഉണ്ടെന്ന് ചിലരൊക്കെ വിളിച്ച് പറയാറുണ്ട്. പേരൊന്നും ഞാൻ പറയില്ല. അവരവരുടെ മനസാക്ഷിയോട് ചോദിച്ചാൽ പറയും. ഇതിൻ്റെ അകത്ത് ചിലരൊക്കെ അതിൻ്റെ അകത്ത് കേട്ടോണ്ടിരിപ്പുണ്ടായിരിക്കും. അവർക്കൊക്കെ ഒരു വലിയ നന്ദി. അവരാണ് എൻ്റെ പ്രയോജനം. നമുക്ക് ഒരു അതിന് കൗൺസിലിങ്ങിൽ അതിനെ സ്ട്രോക്ക് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ മോട്ടിവേഷൻ. അത് വരുമ്പോൾ നമുക്കൊരു എന്തോ ഒരു സുഖം. രണ്ടുപേരും നമ്മുടെ പുറത്ത് നല്ലത് പറഞ്ഞു. നമ്മളിത് കാശും കാര്യങ്ങളും ഒന്നുമില്ല, നല്ലോണം അന്നൊരു സന്തോഷം. പോസിറ്റീവ് സ്ട്രോക്ക്. ഇടയ്ക്ക് റേഞ്ച് പോകുന്നുണ്ട്. ഇടയ്ക്ക് റേഞ്ച് പോകുന്നു. അതെനിക്ക് നേരത്തെ ക്ലാസ്സിനും സാറിൻ്റെനും പോയി. മറ്റേ ഒരു ആർത്തറൈറ്റിസിനൊരു ഹിന്ദിയിലൊരു ക്ലാസ് എടുത്തില്ലേ, അതിനും എൻ്റെ റേഞ്ച് പോയിരുന്നു. എന്നാണെന്നറിയാൻ വേണ്ടി ഇവിടുത്തെ ഈയിടെയുള്ള ഒരു കുഴപ്പമാണ് റേഞ്ച്. നമ്മുടെ റേഞ്ച് കുറേശ്ശെ കുറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും, അതായിരിക്കും. ഓക്കെ, താങ്ക് യു വെരി മച്ച്. സാറിന് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ അഭിപ്രായത്തില്. കുറെ കൂടെ നല്ല രീതിയിലേക്ക് സാർ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇത്രയും നല്ലൊരു ക്ലാസ് നമുക്ക് തന്നതിന് ഒരിക്കൽ കൂടി സാറിന് നന്ദി പറയുകയാണ്. വീണ്ടും വീണ്ടും എത്രയും പെട്ടെന്ന് ക്ലാസ് എടുക്കാൻ വരണമെന്ന് അപേക്ഷിക്കുകയും കൂടി ചെയ്യാണ്. അങ്ങനെ ഇന്നത്തെ ഈ സൂം വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അങ്ങനെ നമ്മുടെ 1647 പ്രതിദിന സൂം വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു. ഗുഡ് നൈറ്റ്. ശുഭരാത്രി.